മതവിമർശനവും മതവിദ്വേഷവും കുറച്ചൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഫേസ്ബുക്ക് പ്രസൻറ്റേഷൻ, എൻ്റെ സമീപകാലത്ത് വന്നിട്ടുള്ള ഒരു ഫേസ്ബുക്ക് നടന്നിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കണം. ഈ അടുത്തൊരു ദിവസം ഞാനും ജബ്ബാർ മാഷും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ സ്നേഹപൂർവ്വം ജബ്ബാർ മാഷിൻ്റെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ താഴെ അത് ഞാൻ ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്തതിൻ്റെ താഴെ എൻ്റെ ടൈം ലൈനിൽ പല കമൻറ്റുകളും വന്നു. അതിലൊരു കമൻറ്റും അതിന് ഞാൻ കൊടുത്ത മറുപടിയാണ് നിങ്ങളവിടെ കാണുന്നത്. അപ്പോൾ അയാൾ ഈ റെസ്പോണ്ട് ചെയ്ത ആൾ പറഞ്ഞ ഭാഷയിലെ വൈചിത്ര്യം, അതിൻ്റെ അമർഷം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, പരിഹാസമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയാൻ ജബ്ബാർ മാഷിനും കഴിയും, എന്നാൽ ജബ്ബാർ മാഷ് പറയുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടാവില്ല എന്നാണ്, വിറക്കും എന്നാണ് കമൻറ്റ് പറഞ്ഞത്. ശരിയാണ്, കാര്യം പറഞ്ഞാൽ ശരിയാണ്, പറയില്ല. ജബ്ബാർ മാഷിൻ്റെ വഴിയും ഞാൻ എൻ്റെ വഴിയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ജബ്ബാർ മാഷിൻ്റെ കേട്ടല്ലോ, ആ രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്, ആ വിഷയങ്ങളെ അല്ല ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നത്? ഇത് ജബ്ബാർ മാഷ് തന്നെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് ജബ്ബാർ മാഷ് നൽകിയ വിശദീകരണം മുമ്പൊരു പ്രസംഗത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഔചിത്യബോധം എന്നാണ് ആ വാക്കിൻ്റെ, അതിനെ ചുരുക്കി പറയാവുന്നത്. എന്തുകൊണ്ട് ഞാൻ ജബ്ബാർ മാഷിൻ്റെ വിമർശന രീതിയും ജബ്ബാർ മാഷ് എൻ്റെ വിമർശനവും പോലെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം ഔചിത്യബോധം എന്നാണ്. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു മറുപടി അതിൽ പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ മറുപടി: മാഷ് ചെയ്യേണ്ട പണി മാഷ് തന്നെ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, അതേ കാര്യങ്ങൾ ഞാനും ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ അതിന് കൊടുത്ത മറുപടി. അത് വാസ്തവത്തിൽ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിന് പുറമെ വാസ്തവത്തിൽ ഇപ്പോൾ ഇസ്ലാമിനെ ആധുനിക ലോകബോധത്തിൻ്റെയും ആധുനിക ധാർമ്മിക ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിമർശിക്കുക എന്ന ജബ്ബാർ മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെയ്യാനും മാത്രം ആ വിഷയത്തിൽ എനിക്ക് അറിവില്ല. പക്ഷെ അറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇപ്പോൾ സംസാരിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ നമ്മൾ അതുവരെ പഠിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കും. അങ്ങനെ തന്നെയാണ് യുക്തിവാദികളുടെ പല വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജബ്ബാർ മാഷ് മുൻപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള പോലെ മാഷ് ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യാൻ തുടങ്ങുന്നതിൽ ഔചിത്യബോധത്തിൻ്റെ ഒരു വിഷയമുണ്ട്. ആ പ്രസംഗം കേട്ടിട്ടില്ലാത്തവർക്ക് അത് കേട്ടാൽ അറിയാം എന്താണ് ഔചിത്യബോധം എന്നുള്ളത് മാഷ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ആ ഔചിത്യബോധം പുലർത്തേണ്ടതാണ് എന്ന ബോധ്യം എനിക്കുമുണ്ട്. എൻ്റെ ഈ മറുപടിയുടെ താഴെ വേറൊരു സുഹൃത്ത്, അദ്ദേഹം ഏറെക്കുറെ ഇസ്ലാമിക രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരുടെയും പേര് ഞാൻ കാണിക്കുന്നില്ല, എല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു മറുപടി എഴുതി. ഇതാണ് അദ്ദേഹം എഴുതിയത്: ഹിന്ദുത്വ അജണ്ട സൂക്ഷ്മമായി തുറന്നു കാട്ടിയ താങ്കൾ, അതെന്നെക്കുറിച്ചാണ്, സംഘപരിവാറിൻ്റെ അജണ്ട ഏറ്റെടുത്ത കടുത്ത ഒരു ഇസ്ലാമോഫോബിൻ്റെ പ്രശംസയെ വിലമതിക്കുന്നതിൽ ഇത്തിരി വൈരുദ്ധ്യമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ന്യായമല്ലേ എന്നാണ് ചോദ്യം. ഇവിടെ ഈ സംഘപരിവാറിൻ്റെ അജണ്ട ഏറ്റെടുത്ത കടുത്ത ഒരു ഇസ്ലാമോഫോബ് എന്ന് വിളിച്ചത് ജബ്ബാർ മാഷിനാണ്. അതിന് ഞാൻ കൊടുത്ത മറുപടി ഇതാണ്: ഞാൻ ഒരു യുക്തിവാദിയാണ്. ഇസ്ലാം എന്നത് മറ്റു മതങ്ങളെ പോലെ തന്നെ കാലഹരണപ്പെട്ട ഒരു വിശ്വാസ പ്രസ്ഥാനമാണ്, വിമർശിക്കപ്പെടേണ്ടതും ഉപേക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്നതാണ് എൻ്റെ നിലപാട്. അതേസമയം മുസ്ലിങ്ങളെ ഒരു ജനവിഭാഗം എന്ന നിലയിൽ അന്യവൽക്കരിക്കുകയും ശത്രുസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം എന്നും ഞാൻ കരുതുന്നു. ഈ രണ്ട് നിലപാടുകളും ഞാനും ജബ്ബാർ മാഷും ഒരുപോലെ പങ്കിടുന്നവയാണ്. ജബ്ബാർ മാഷും കൂടി ഇരുത്തിയിട്ട് ഇത് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മാഷ് നേരത്തെ പോയി കളഞ്ഞു, കുഴപ്പമില്ല. ജബ്ബാർ മാഷിനെ ഇസ്ലാമോഫോബ് എന്ന് വിളിക്കുന്നത് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ്. ഇതാണ് ഞാൻ അയാളോട് പറഞ്ഞത്. ജബ്ബാർ മാഷിനെ ഇസ്ലാമോഫോബ് എന്ന് വിളിക്കുന്നത് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ്. ഈ ഒരു വാചകം ഞാൻ പറഞ്ഞതിനെ ഒന്ന് വിശദീകരിക്കേണ്ടി വരും. ഇനി ഇതിലൂടെ താൻ ജനിച്ചു വളർന്ന സമുദായത്തെ, മുസ്ലിം സമുദായത്തെ
ആധുനികവൽക്കരിക്കുക, ജനാധിപത്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിനുള്ള നിസ്വാർത്ഥ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്, ജബ്ബാർ മാഷ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാനീ പറഞ്ഞല്ലോ, ജബ്ബാർ മാഷിനെ ഇസ്ലാമോഫോബ് എന്ന് വിളിക്കുന്നത് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞത് ഒന്ന് വിശദീകരിച്ചേക്കാം. ഇസ്ലാമോഫി എന്താണ് എന്ന കാര്യം ഞാൻ മുമ്പൊരിക്കൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് കാണിച്ച സ്ലൈഡ് തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. അതിൽ റണ്ണിമേഡ് ട്രസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു ഷോർട്ട് ഡെഫിനിഷൻ ഉണ്ട്, ഒരു ലോങ് ഡെഫിനിഷൻ ഉണ്ട്. ഷോർട്ട് ഡെഫിനിഷൻ എന്താണ്? ഇസ്ലാമോഫോബിയ ഈസ് ആൻറ്റി മുസ്ലിം റേസിസം. മുസ്ലിം വിരുദ്ധ വംശീയതയാണ് ഇസ്ലാമോഫോബിയ. അതാണ് ഏറ്റവും ചെറിയ ഡെഫിനിഷൻ. വിശദമായിട്ടുള്ള ഒരു ലോങ് ഡെഫിനിഷൻ ഉണ്ട്. അത് ഞാൻ ഇംഗ്ലീഷ് അവിടെ കാണിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം. വളരെ നീണ്ടൊരു കാര്യമാണ്. രാഷ്ട്രീയമായോ സാമ്പത്തികമായോ സാമൂഹികമായോ സാംസ്കാരികമായോ പൊതുജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും മണ്ഡലവുമായി ബന്ധപ്പെട്ടോ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലെവിടെയും ഇവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പൊതുജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും മണ്ഡലവുമായി ബന്ധപ്പെട്ടോ മുസ്ലിങ്ങൾക്കോ മുസ്ലിങ്ങളെന്ന് കരുതപ്പെടുന്നവർക്കോ തുല്യമായ മനുഷ്യാവകാശങ്ങൾ, അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ എന്നിവയുടെ അംഗീകാരത്തിലും ആസ്വാദനത്തിലും പ്രയോഗത്തിലും കുറവ് വരുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നീ ഫലങ്ങളോടെയോ ഉദ്ദേശത്തോടെയോ നടത്തുന്ന ഏതൊരു വിവേചനത്തെയും ഏതൊരു ബഹിഷ്കരണത്തെയും ഏതൊരു നിയന്ത്രണത്തെയും ഏതൊരു പരിഗണനക്കുറവിനെയുമാണ് ഇസ്ലാമോഫോബിയ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അതേ റണ്ണിമി ട്രസ്റ്റിൽ ആ റിപ്പോർട്ടിൽ വേറൊരു വാചകം അതിനെ തുടർന്ന് വരുന്നതാണ്. 97 മുതൽ തന്നെ ഈ വിഷയം, 97ലാണ് ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് വരുന്നത്, ഈ റണ്ണിമി ട്രസ്റ്റിൻ്റെ റിപ്പോർട്ടിലാണ്. അതിൽ ഈ വിഷയം ഗൗരവമായി സമീപിച്ചിട്ടുള്ള ആർക്കും തർക്കമില്ലാത്തൊരു വിഷയമുള്ളത് മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയോ മുസ്ലിങ്ങളുടെ മതനിയമങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ വിമർശിക്കുക എന്നത് മുസ്ലിം വിരുദ്ധതയല്ല. അതാണ്. അപ്പോൾ ഈ റണ്ണിമി ട്രസ്റ്റിൻ്റെ റിപ്പോർട്ടിലെ ആ ഒരു ഭാഗമാണ് ഞാനവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളെ മലയാളത്തിൽ പറയാം. 97 റണ്ണിമി ട്രസ്റ്റ് റിപ്പോർട്ടിൽ ഈ കാര്യം ചർച്ച ചെയ്യുന്ന ദീർഘമായ ഖണ്ഡികയാണിത്. It is not intrinsically phobic or prejudiced, of course, to disagree with or to disapprove of Muslim beliefs, laws or practices. മറ്റു മതങ്ങൾ പിന്തുടരുന്നവർക്ക്, അതിൽ പറഞ്ഞിട്ടുള്ളതാണ്, പിന്തുടരുന്നവർക്ക് ഇസ്ലാം മതവുമായി മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അജ്ഞേയവാദികൾ, മതേതരർ, ഇവർക്കൊക്കെ മറ്റു മതങ്ങളോടെന്ന പോലെ ഇസ്ലാമിനെതിരെയും അടിസ്ഥാനപരമായ വിമർശനങ്ങളുണ്ടാവും. ഒരു ലിബറൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തങ്ങൾക്ക് വിയോജിപ്പുള്ള ആശയങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ജനങ്ങൾ ഊർജിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ ആൻഡ് ഹെൽത്തി ദറ്റ് പീപ്പിൾ വിൽ ക്രിട്ടിസൈസ് ആൻഡ് ഒപ്പോസ്. ഇതാണ് അവിടെ പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ജബ്ബാർ മാഷിനെ ഇസ്ലാമോഫോബ് എന്ന് വിളിക്കുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത, നിങ്ങളെ വാക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മുസ്ലിം വിരുദ്ധത നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന എനിക്കോ ഈ ഹാളിലുള്ള മറ്റുള്ള യുക്തിവാദികൾക്കോ ഒന്നും തന്നെ ഇസ്ലാം മത വിമർശനവും മുസ്ലിം വിരുദ്ധതയും രണ്ടാണ് എന്ന് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവുമില്ല. മുസ്ലിം ജനതയോട് സഹോദരഭാവം പുലർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാം വിമർശനം നടത്താം എന്ന കാര്യത്തിൽ ഒരു യുക്തിവാദിക്ക് യാതൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല. രണ്ട് കൂട്ടർക്കാണ് ഇതിലൊരു ആശയക്കുഴപ്പമുള്ളത്, അല്ലെങ്കിൽ ഉള്ളതായി അഭിനയിക്കുന്നത്. ഒന്ന്, ഒരു വിഭാഗം ജബ്ബാർ മാഷിനെ ഇസ്ലാമോഫോബിയക്കാരനായി മുദ്രയടിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ, അവർക്കാണിതിലൊരു തർക്കം. മറ്റേ വിഭാഗം തങ്ങളുടെ മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയ ജബ്ബാർ മാഷും കൂടി പങ്കിടുന്നുണ്ട് എന്ന് ഭാവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആസ്തികരും നാസ്തികരുമായ ഹിന്ദുത്വ പ്രചാരകർ, അവർക്കും ഇതാണ് ആവശ്യം. മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണ്. ഇപ്പോൾ നമ്മൾ ജബ്ബാർ മാഷിൻ്റെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വ പ്രകാരം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ജബ്ബാർ മാഷിൻ്റെ വീഡിയോയിൽ ആധുനികതയെയും ശാസ്ത്രീയ മനോവൃത്തിയെയും ജനാധിപത്യത്തെയും പറ്റി പറയുന്ന ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി ഇസ്ലാം വിമർശനം എന്നുള്ളതിനെ ക്ലിപ്പാക്കി അവരിങ്ങനെ ഇഷ്ടംപോലെ വിട്ടുകൊണ്ടിരിക്കും. അതേസമയം ഇസ്ലാമിസ്റ്റുകൾ കഴിവതും ജബ്ബാർ മാഷിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യില്ല. പക്ഷെ അവർ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ജബ്ബാർ മാഷ് ഒരു ഇസ്ലാമോഫോബാണ് എന്ന് സമർത്ഥിക്കാൻ പറ്റുന്ന വീഡിയോ ക്ലിപ്പുകൾ അവർ ഇറക്കും. ഇതേ വീഡിയോ ക്ലിപ്പുകളാണ് ആസ്തികരും നാസ്തികരുമായിട്ടുള്ള ഹിന്ദുത്വ പ്രചാരകർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലിപ്പിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞു വരാം. ഏപ്രിൽ 22 നമുക്കറിയാം, പഹൽഗാമിൽ തീവ്രവാദി ആക്രമണം നടന്നു. ഒരു മാനവിക ബോധം നിലനിർത്തുന്ന ഏതൊരാളും അസ്തപ്രജ്ഞനായി പോകുന്ന ഒരു തീവ്രവാദി ആക്രമണമാണ് നടന്നത്. മഹാഭൂരിപക്ഷം മനുഷ്യരും വളരെ ദുഃഖിതരും അസ്വസ്ഥരുമായിരുന്ന ആ സമയത്ത്
അവരുടെ വിദ്വേഷ പ്രചരണത്തിന് സുവർണാവസരം കിട്ടിയെന്ന നിലക്ക് ആഘോഷിച്ച കുറേ ആൾക്കാരെയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്നുണ്ടായി. ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ മൊത്തത്തിൽ അപരവൽക്കരിച്ചു, ശത്രുക്കളാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ആ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 2016 ജബ്ബാർ മാഷ് ചെയ്ത പ്രസംഗത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു വീഡിയോ ക്ലിപ്പും ഈ ഹിന്ദുത്വ പ്രചാരകർ, നാസ്തികരായ ഒരു നാസ്തിക ഹിന്ദുത്വ പ്രചാരകർ പ്രചരിപ്പിക്കുന്ന നമ്മൾ കണ്ടു. നമ്മളിത് പണ്ടേ പറഞ്ഞാണ്, ഞങ്ങളും ജബ്ബാർ മാഷും പറഞ്ഞാണ് എന്നുള്ള രീതിയിൽ. ആ കോണ്ടക്സ്റ്റിൽ മാഷ് ഒരു പോസ്റ്റ് ഇട്ടത് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, കാണണം എന്ന് വെച്ചിട്ടാണ് ഞാനത് എടുത്തിടുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ മുങ്ങിപ്പോരുതല്ലോ, എവിടെയെങ്കിലും പറഞ്ഞു വെക്കണ്ടേ, അതുകൊണ്ട്. അതിൽ മാഷിട്ട പോസ്റ്റ് ഇതാ ഒറ്റ പോസ്റ്റാണ്. 8 വർഷം മുൻപുള്ള ഈ വീഡിയോ മുഴുവനായി കേൾക്കുക. ഇത് മാത്രമാണ് ആ പോസ്റ്റ്. ആ പ്രസംഗത്തിൻ്റെ ലിങ്ക് അതിൻ്റെ താഴെ കൊടുത്തു. എന്നിട്ട് ചില വിശദീകരണങ്ങൾ കമൻ്റായിട്ട് എഴുതി. ആ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ISISൻ്റെ വധഭീഷണി നിലവിലുള്ള സന്ദർഭത്തിൽ നടത്തിയ 2 മണിക്കൂറിലേറെ നീണ്ട പ്രസംഗമാണ്. 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ പ്രസംഗത്തിൽ നിന്ന് ഒരു പൊട്ട് അടർത്തിയെടുത്ത് ചിലരിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, മറ്റ് ചർച്ചകൾക്കല്ല എന്ന് ജബ്ബാർ മാഷ് പോസ്റ്റ് ഇട്ടു. അപ്പോൾ സമൂഹത്തിൽ ബോധപൂർവം മുസ്ലിം വിരുദ്ധത പടർത്തുന്നതിനുള്ളൊരു ഉപാധിയായിട്ട് താൻ പറഞ്ഞ വാക്കുകൾ ദുരുപയോഗിക്കപ്പെടരുത് എന്നൊരു യുക്തിവാദിയുടെ സ്വാഭാവിക ജാഗ്രതയാണ് ഈ പോസ്റ്റിലൂടെ ജബ്ബാർ മാഷ് അവിടെ പ്രകടിപ്പിച്ചത്. പക്ഷേ നമ്മൾ എത്ര തന്നെ ജാഗ്രത പുലർത്തിയാലും, ജബ്ബാർ മാഷായാലും വേറെ ആരായാലും, നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ആ രീതിയിൽ ദുരുപയോഗിക്കപ്പെടും. എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ വീഡിയോകളിപ്പോൾ അത്രയധികം ആൾക്കാർ കാണുന്ന വീഡിയോ ഒന്നുമല്ല. ക്ലിപ്പുകൾ എടുത്ത് ആരെങ്കിലും പ്രചരിപ്പിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. പക്ഷെ ഒരു വീഡിയോ കുറേ കാലമായി വാട്സാപ്പിൽ വളരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലവട്ടം എനിക്കെന്തെങ്കിലും വന്നിട്ടുണ്ട്. ഏതോ ഒരു ഇസ്ലാം മത ഗ്രൂപ്പാണ് ചെയ്തിരിക്കുന്നത്, ഇസ്ലാം മത പ്രചാരകരാണ്. എൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള കുറച്ച് ഏതാനും മിനിറ്റുകൾ നീണ്ടൊരു ക്ലിപ്പാണ്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, മതം ഇല്ലാതെയായി എന്നതുകൊണ്ട് മാത്രം ലോകത്ത് മനുഷ്യ ദുരിതങ്ങൾ ഇല്ലാതാവില്ല. 20-ാം നൂറ്റാണ്ടിൽ കോടിക്കണക്കായ മനുഷ്യർ കൊന്നൊടുക്കപ്പെട്ടിട്ടുള്ള അനേകം കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും അധികം ആൾക്കാർ മരിക്കാനിടയായ കൂട്ടക്കൊലകളൊന്നും മതത്തിൻ്റെ പേരിൽ നടന്നവയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിപ്പിലും അത്രേ കാണുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞാൽ ആ വലിയ പ്രശ്നത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? കേവലമായ മതനിഷേധം എന്നതിനപ്പുറം മനുഷ്യരുടെ ചിന്താരീതി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. സഹോദരനേപ്പൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരദാസരാക്കിയിടും സമ്പ്രദായം തകർക്കപ്പെടണം. സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടേണ്ടതുണ്ട്. സാപ്പരെ ഓടെ എന്നതാവണം നമ്മുടെ മുദ്രാവാക്യം. ഈ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു ക്ലിപ്പ് മാത്രം കേൾക്കുന്ന ആളെന്താ വിചാരിക്കുക? ഈ മതവിമർശനം കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ഒരു യുക്തിവാദി എന്നെ പറയുന്നു. മതവിമർശനത്തിൻ്റെ കാലം കഴിഞ്ഞു, അത് അപ്രസക്തമായി എന്നാണ് അത് കിട്ടുന്ന സന്ദേശം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ആളുകൾ തെറ്റായ അർത്ഥത്തിൽ മനസ്സിലാക്കാം, ചിലപ്പോൾ ദുരുപയോഗം ചെയ്യാം. അത് പേടിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ജബ്ബാർ മാഷിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഹിന്ദുത്വ അജണ്ട സൂക്ഷ്മമായി തുറന്നു കാട്ടിയ താങ്കൾ സംഘപരിവാറിൻ്റെ അജണ്ട ഏറ്റെടുത്ത കടുത്ത ഒരു ഇസ്ലാമോഫോബിൻ്റെ പ്രശംസയെ വിലമതിക്കുന്നതിൽ ഇത്തിരി വൈരുദ്ധ്യമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അത് ന്യായമല്ലേ എന്ന് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തോട് ഒത്തുപോകുന്ന ഒരാൾ ചോദിച്ചതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിച്ചത്. ആ പോസ്റ്റിൽ ജബ്ബാർ മാഷിൻ്റെ ടൈം ലൈനിൽ മാഷ് എഴുതിയ ഒരു കമൻറ്റും കൂടി കാണിച്ച ശേഷം ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. ആ കമൻറ്റ് ഇങ്ങനെയാണ്. ഇതാണ് മാഷ് എഴുതിയത്: സംഘികൾക്ക് ഞാൻ ചക്കര. ജബ്ബാർ മാഷ് സംഘികൾക്ക് ചക്കര, ഡോക്ടർ കൊപ്പര, ഞാൻ കൊപ്പര. സുടുക്കൾക്ക് ഡോക്ടർ ചക്കര, ഞാൻ കൊപ്പര. ഞങ്ങൾ രണ്ടുപേരുടെയും നിലപാടുകൾ കീറുകൃത്യം എന്ന് സാരം. ഇതാണ് ഇതിൻ്റെ കാര്യം. യുക്തിവാദികൾ എന്ന നിലയിൽ എല്ലാ മതങ്ങളും കാലഹരണപ്പെട്ട വിശ്വാസ പ്രസ്ഥാനങ്ങളാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ്. ആധുനികമായ ലോകബോധവും ആധുനികമായ ധാർമ്മിക ബോധവും മതേതരമായ ജനാധിപത്യ ബോധവും പുലർത്തുന്ന ഒരു ആധുനിക സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് എന്ന നിലപാടാണ് ജബ്ബാർ മാഷും ഞാനും എല്ലാ യുക്തിവാദികളും പുലർത്തുന്നത്. അതേസമയം ജബ്ബാർ മാഷിൻ്റെയും എൻ്റെയും വിമർശന വഴികൾ വ്യത്യസ്തമായിരിക്കുന്നുണ്ട്. അത് ജബ്ബാർ മാഷ് പറഞ്ഞ ഔചിത്യബോധം കാരണമാണ്. ഔചിത്യബോധം ഞങ്ങൾ രണ്ടുപേരും പുലർത്തുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മാഷ് പറയുന്ന പോലെ ഹിന്ദുത്വവാദികൾക്ക് മാഷ് ചക്കരയാവുന്നതും ഞാൻ കൊപ്പരയാവുന്നതും, തിരിച്ച് ഇസ്ലാമിസ്റ്റുകൾക്ക് ഞാൻ ചക്കരയും മാഷ് കൊപ്പരയാവുന്നതും. അതുകൊണ്ടാണ് ജബ്ബാർ മാഷ് ഇസ്ലാമോഫോബിക് യുക്തിവാദി എന്ന് വിളിക്കപ്പെടുമ്പം ഞാൻ ജിഹാദി യുക്തിവാദി എന്ന് വിളിക്കപ്പെടുന്നത്. ഇതൊരു നിവൃത്തിയില്ല. ഇവിടെ ഒരു കാര്യം കൂടി പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു വെച്ചേക്കാം.
എന്നെ ഈ ജിഹാദി യുക്തിവാദി എന്ന് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ആക്ഷേപിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടുള്ള ഒരു വെല്ലുവിളിയാണ്, ഇസ്ലാമിക് തീവ്രവാദത്തെയോ ഇസ്ലാമിക് രാഷ്ട്രീയത്തെയോ അംഗീകരിച്ചുകൊണ്ടോ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ ഉള്ള ഒരൊറ്റ പ്രസംഗമെങ്കിലും ഞാൻ നടത്തിയിട്ടുള്ളതിൻ്റെ വീഡിയോ കൊണ്ടുവന്ന് കാണിച്ചു തരാൻ ഈ ആൾക്കാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു 100 പ്രസംഗങ്ങളുടെയെങ്കിലും വീഡിയോ യൂട്യൂബിലുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് ഒരു ക്ലിപ്പ്, ഒരു ഇസ്ലാമിസ പ്രോത്സാഹന ക്ലിപ്പ് കൊണ്ടുവന്ന് കാണിക്കാൻ ഈ കള്ളപ്രചരണക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. വെറുതെ വേണ്ട, ഒരുപാട് പൈസ തരാൻ പറ്റില്ല, ഒരു 10,000 രൂപയാണ് നിങ്ങൾക്ക് തരാം ഒരു വീഡിയോ കൊണ്ടുവന്നാൽ. വളരെ നിസ്സാരമായി നടക്കേണ്ടതാണ്. ഞാനൊരു ജിഹാദി യുക്തിവാദിയല്ലേ, അപ്പോൾ ജിഹാദിനെയോ ഇസ്ലാമിസത്തിനെയോ ഈ ഇസ്ലാം രാഷ്ട്രീയത്തിനെയോ ഇസ്ലാം മതത്തിന് തന്നെയോ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനം കണ്ടു കിട്ടാൻ പൂ പറിക്കുന്ന പോലെ ഈസിയല്ലേ? വെറുതെ നോക്കിയാൽ പോരെ, അവിടെ കിടക്കുന്നുണ്ടാവില്ലേ ഒരു ജിഹാദി യുക്തിവാദിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ എന്താ പ്രയാസം? ഞാൻ വെല്ലുവിളിക്കാം, ആ ക്ലിപ്പിങ്ങോട് കൊണ്ടുവന്നിട്ട് 10,000 രൂപ മേടിച്ചിട്ട് കൊണ്ട് കൊണ്ടുപോകും. ജിഹാദി യുക്തിവാദി എന്ന് വിളിക്കുന്നവരുടെ എൻ്റെ പേഴ്സണലായിട്ട് ഒരു വെല്ലുവിളിയാണ്. ഇത് ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ എന്താ പറയുക, ഒരു തുകയൊന്നും ഓഫർ ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ അതിന് തുക ഓഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇന്ത്യയിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന, അവരെ ശത്രുക്കളായി ചിത്രീകരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഞാൻ എതിർക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ഇസ്ലാമിസത്തെയോ ഇസ്ലാം മതത്തെ തന്നെയോ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല. ഒരു യുക്തിവാദി എന്ന നിലയിൽ ഇസ്ലാം എന്നത് മറ്റ് മതങ്ങളെപ്പോലെ തന്നെ കാലഹരണപ്പെട്ട ഒരു വിശ്വാസ പ്രസ്ഥാനമാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഇവിടെയാണ് ഈ വിഷയത്തിൻ്റെ വേറൊരു മാനത്തിലേക്ക് നമുക്ക് കടക്കാനുള്ളത്. വിദേശത്തുള്ള എൻ്റെ ഒരു സോഷ്യൽ മീഡിയ സുഹൃത്ത് എനിക്ക് അയച്ചൊരു മെസ്സേജിൻ്റെ പ്രസക്ത ഭാഗമാണിത്. അത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അതേ രൂപത്തിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. പകുതി മലയാളവും പകുതി ഇംഗ്ലീഷുമാണ്. ഞാൻ ഒന്ന് വായിക്കാം. ഇസ്ലാം ആസ് ആൻ ഐഡിയോളജി വിമർശിക്കപ്പെടേണ്ടതാണ് എന്നാണ് താങ്കളുടെയും അഭിപ്രായം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ജബ്ബാർ മാഷും എക്സും, പേര് ഞാൻ പറയുന്നില്ല, എക്സും ചെയ്യുന്ന പ്രവൃത്തികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Is it just about the tone and tenor of the language used? I ask because I have a friend who follows both these people and he thinks that both of them, X and Jabbar Mash, are essentially doing the same kind of work. രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത്. But I think you would disagree with that statement. Would it be great to hear your thoughts on this? ഇതാണ് ആ സുഹൃത്ത് അയച്ച ഒരു മെസ്സേജ്. അതിനൊരു മറുപടിയും കൂടിയാണ്, പറയാവുന്നിടത്തോളം ഒരു മറുപടി പറയാനും കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താണ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ? മറ്റെല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കിടയിൽ, ഭൂരിപക്ഷ സമൂഹത്തിനിടയിൽ മാത്രമല്ല മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും എന്ന് വേണ്ട മതം ഉപേക്ഷിച്ചിട്ടുള്ള നമ്മളെപ്പോലുള്ള ന്യൂനപക്ഷമായ ആൾക്കാർക്കിടയിൽ പോലും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അന്യരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊരാഖ്യാനം സൃഷ്ടിച്ച് നിലനിർത്തുന്നതിൽ തൽപര കക്ഷികൾ ഇന്ന് വിജയിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള രാഷ്ട്രീയ പിന്തുണയോടെ അതിവിപുലമായ സാമ്പത്തിക മുതൽമുടക്കിൽ പരമ്പരാഗതവും ആധുനികവുമായിട്ടുള്ള എല്ലാവിധ മാധ്യമങ്ങളെയും കൈവശപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആഖ്യാനം ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമുള്ള സർവ്വ TV ചാനലുകളും സർവ്വ പത്രങ്ങളും എന്ന് തുടങ്ങി ഇങ്ങേയറ്റത്ത് വാട്സാപ്പിലെ ആലുമിനി ഗ്രൂപ്പുകളിലും കുടുംബ ഗ്രൂപ്പുകളിൽ വരെയും ഒളിഞ്ഞും തെളിഞ്ഞും സദാസമയം മുസ്ലിം വിരുദ്ധത വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കൂട്ടത്തിൽ എല്ലാ തുറകളിലും പെട്ട ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നാസ്തികർ എന്ന് പറയുന്ന ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നാസ്തികനെ കുറിച്ചാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഈ നാസ്തികൻ്റെ മതവിമർശനവും ജബ്ബാർ മാഷിൻ്റെ മതവിമർശനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് കേവലം ഭാഷാപരമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മതവിമർശനവും മതവിദ്വേഷവും വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഒന്നിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നതും മറ്റേതിനെ എതിർക്കുകയും ചെയ്യുന്നത്? പ്രസക്തമായ ചോദ്യമാണ്. എനിക്ക് സാധ്യമായ വിധത്തിൽ ഇതിന് മറുപടി പറയാൻ ശ്രമിക്കാം. ജബ്ബാർ മാഷിൻ്റെ പേര് പറയാനുള്ള ലൈസൻസ് ഉള്ളതുകൊണ്ട് ഞാനിത് പറയുന്നിട്ട് വേറെ ആരുടെ പേരും പറയുന്നില്ല. മതവിമർശനവും വിദ്വേഷ പ്രചരണവും തമ്മിലുള്ളത് കേവലം ഭാഷാപരമായിട്ടുള്ള വ്യത്യാസമല്ല. എന്താണ് ഹെയ്റ്റ് സ്പീച്ച് എന്നതിനെക്കുറിച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. UN സൈറ്റിൽ പോയാൽ നമുക്കത് കാണാം. ഇതാണ് ആ പേജിൻ്റെ സ്ക്രീൻഷോട്ടാണത്. വാട്ട് ഈസ് ഹെയ്റ്റ് സ്പീച്ച്? എന്താണ് വിദ്വേഷ ഭാഷണം എന്നാണ് ആ വിവരണത്തിൻ്റെ തലക്കെട്ട്. ആ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ ഐക്യരാഷ്ട്രസഭ നിർവചനം ഇതാണ്. ആ നിർവചനം, അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാനിൽ കൊടുത്തിട്ടുണ്ട്. ആ പേജിൻ്റെ മലയാള തർജ്ജമ ഞാൻ വായിക്കാം. ഒരു വ്യക്തിയെയോ ഒരു ഗ്രൂപ്പിനെയോ, ശ്രദ്ധിക്കണം കേട്ടോ, ഒരു വ്യക്തിയെയോ ഒരു ഗ്രൂപ്പിനെയോ, ഒരു മതത്തിനല്ല അല്ലെങ്കിൽ വേറെ ഒരാശയത്തിനല്ല, ഒരു വ്യക്തിയെയോ ഒരു ഗ്രൂപ്പിനെയോ അവർ ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് ഓഫ് ഹൂ ദേ ആർ, അവരാരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവരുടെ മതം, വംശം, ദേശീയത, വർഗം, പാരമ്പര്യം, ലിംഗപദവി
എന്നിവയുടെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വത്വഘടകത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആക്രമിക്കുന്നതോ അവഹേളനപരമായോ വിവേചനപൂർണമായോ ഉള്ള ഭാഷ ഉപയോഗിക്കുന്നതുമായ സംസാരമോ എഴുത്തോ പെരുമാറ്റമോ അടങ്ങുന്ന ഏത് തരം ആശയവിനിമയത്തെയുമാണ് വിദ്വേഷ ഭാഷണം, ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ നിർവചനത്തിൻ്റെ ഒരു 3 ഘടകങ്ങളായിട്ട് ആ പേജിൽ തന്നെ എടുത്തു കാണിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏത് തരത്തിലുള്ള ആവിഷ്കാരവും ആവാം. ഇമേജുകളാവാം, കാർട്ടൂണുകളാവാം, മീമുകളാവാം, വസ്തുക്കളാവാം, ആംഗ്യങ്ങളാവാം, പ്രതീകങ്ങളാവാം, ഓൺലൈനിലാവാം, ഓഫ്ലൈനിലാവാം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഘടകം ഈ വിവേചനപരം, അവഹേളനപരം എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. വിവേചനപരം എന്ന് പറഞ്ഞാൽ പക്ഷപാതിത്വമുള്ളത്, അന്യാഭിപ്രായ വിരോധമുള്ളത്, അസഹിഷ്ണുതാപൂർണമായത് ഇതൊക്കെ ഉൾക്കൊള്ളുന്നു. അവഹേളനകരം എന്നതിൽ മുൻവിധികളുള്ളത്, അവജ്ഞയുള്ളത്, നിന്ദയുള്ളത് ഇതൊക്കെ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ഘടകം ഏതൊക്കെ സ്വത്വഘടകങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്നുള്ളതാണ്. മതം, വംശം, ദേശീയത, വർഗം, പാരമ്പര്യം, ലിംഗപദവി ഇവയ്ക്ക് പുറമെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, ഭാഷ തുടങ്ങിയിട്ടുള്ള വേറെയും ഘടകങ്ങൾ അടിസ്ഥാനത്തിലുള്ള വിദ്വേഷ ഭാഷണങ്ങൾ ഉണ്ടാവും എന്ന കാര്യം. ഈ പേജിലെ ഏറ്റവും അടിയിൽ എഴുതി വെച്ച കാര്യം ഞാൻ വീണ്ടും ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ അതീവ ശ്രദ്ധയോടെ വായിക്കേണ്ട അതീവ പ്രധാനമായൊരു കാര്യമാണ്. എൻ്റെ തർജ്ജമ ഞാൻ വായിക്കാം. വിദ്വേഷ ഭാഷണം, ഹെയ്റ്റ് സ്പീച്ച് എന്നത് വ്യക്തികൾക്കോ വ്യക്തികളടങ്ങുന്ന ഗ്രൂപ്പിനെതിരെയോ മാത്രം പ്രയോഗിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ആ വാക്കുകൾ ഞാൻ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ഭരണകൂടങ്ങൾക്കോ അവയുടെ അധികാര സ്ഥാനങ്ങൾക്കോ പ്രതീകങ്ങൾക്കോ ഉദ്യോഗസ്ഥർക്കോ എതിരെയോ മതനേതാക്കൾക്കെതിരെയോ മതവിശ്വാസ പ്രമാണങ്ങൾക്കെതിരെയോ ഉള്ള ആശയവിനിമയങ്ങൾ വിദ്വേഷ ഭാഷണത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോർ അബൌട്ട് റിലീജിയസ് ലീഡേഴ്സ് ഓർ ടെനറ്റ്സ് ഓഫ് ഫെയ്ത്ത്. ഇത് UN ഡെഫിനിഷനുള്ളതാണ്. അതൊരിക്കലും ഒരു വിദ്വേഷ ഭാഷണമല്ല. അതാണ് ജബ്ബാർ മാഷ് ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതല്ല. അത് ഹെയ്റ്റ് സ്പീച്ചിൻ്റെ UN ഡെഫിനിഷൻ, ഈ നമ്മുടെ ഐക്യരാഷ്ട്രസഭാ നിർവചനത്തിന് തന്നെ വിരുദ്ധമാണ് ആ പറയുന്നത്. ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ മാഷ് നടത്തുന്ന മതവിമർശനം അല്ലെങ്കിൽ എല്ലാ മതവിമർശനവും എന്തുകൊണ്ട് മതവിദ്വേഷ ഭാഷണമാകുന്നില്ല, ഹെയ്റ്റ് സ്പീച്ച് ആകുന്നില്ല എന്ന് വിശദീകരിക്കാൻ ഞാൻ ഉദാഹരണം പറയാം. ഒരു 5-6 ദിവസം മുമ്പേ ജബ്ബാർ മാഷ് പോസ്റ്റ് ചെയ്തിട്ടുള്ള 283-ാമത്തെ ഖുർആൻ ക്ലാസ്സുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ 283-ാമത്തേതിലെ അവസാനിക്കുന്ന ഭാഗത്ത് പറഞ്ഞ 4 വാചകങ്ങൾ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് മതവിമർശനമാണ്. അല്ലാഹു മനുഷ്യരുമായി കരാറുണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നരകവുമായിട്ടൊരു കരാറുണ്ടാക്കി എന്ന് ഈ കഥാപുസ്തകം പറയുന്നു. നരകത്തിനോട് പറഞ്ഞു, എൻ്റെ പള്ള എൻ്റെ പള്ള ഞാൻ നിറച്ചു തരാമെന്ന്. അങ്ങനെ നരകത്തിൻ്റെ പള്ള നിറക്കാൻ വേണ്ടിയിട്ട് ഒരു ഇബിലീസിനെ പടച്ചിട്ട് മനുഷ്യരെ മുഴുവൻ നരകത്തിന് യോഗ്യരാക്കി മാറ്റാനുള്ള പണി വേറെയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 തലയും കത്തിച്ചിട്ട് ഒരു കപടനാഗം കളിക്കുന്ന ഒരു ക്രൂര വിനോദക്കാരൻ. മാഷ് പറഞ്ഞ വാചകമാണ്. ഈ വാക്കുകൾ പരിഹാസം നിറഞ്ഞ ഒരു തർക്കവുമില്ല. കോടിക്കണക്കിന് ആൾക്കാർ വിശുദ്ധമെന്നും ദൈവദത്തമെന്നും വിശ്വസിച്ച് പോരുന്ന ആരാധിക്കുന്ന ഒരു ഗ്രന്ഥത്തെ കഥാപുസ്തകം എന്നാണ് വിളിച്ചത്. കളിയാക്കലാണ്, ഒരു തർക്കമില്ല. അവർ വിശ്വസിക്കുന്ന ദൈവത്തെ കപടനാടകം കളിക്കുന്ന ക്രൂര വിനോദക്കാരൻ എന്ന് കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഹെയ്റ്റ് സ്പീച്ച് അല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഐക്യരാഷ്ട്രസഭാ നിർവചനമനുസരിച്ച് ഇത് ഹെയ്റ്റ് സ്പീച്ച് അല്ല. കാരണം ഹെയ്റ്റ് സ്പീച്ച് എന്നത് വ്യക്തികൾക്കോ വ്യക്തികളടങ്ങുന്ന, അതാണ് ഡെഫിനിഷൻ ഞാൻ ആദ്യം വായിച്ചത്, അടങ്ങുന്ന ഗ്രൂപ്പിനെതിരെയോ മാത്രം പ്രയോഗിക്കപ്പെടുന്ന ഒന്നാണ്. മതനേതാക്കൾക്കെതിരെയോ മതവിശ്വാസ പ്രമാണങ്ങൾക്കെതിരെയോ ഉള്ള ആശയവിനിമയങ്ങൾ വിദ്വേഷ ഭാഷണത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. നമ്മളീ പറയുന്നതാണ് ആധുനിക നിലപാട്, ആധുനിക ലോകത്തിൻ്റെ നിലപാട്. ഇന്ത്യയിൽ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതവിടെ ഇരിക്കട്ടെ. കുറേയൊക്കെയാണ്, കുറേയൊക്കെ അല്ല. ഇതാണ് ആധുനിക കാഴ്ചപ്പാട്. നമ്മളൊക്കെ ആധുനികതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. മതനിന്ദയെക്കുറിച്ചിട്ട് മുമ്പുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ ലോകമെങ്ങും വളരെ വ്യത്യസ്തമായിരുന്നു. ആ ചരിത്രത്തിലേക്ക് നമുക്ക് കുറച്ചൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. പാരമ്പര്യ സമൂഹങ്ങളിൽ ലോകത്തെല്ലായിടത്തും ദൈവനിഷേധം എന്ന് മാത്രമല്ല, മതനിഷേധം, ജാതി നിഷേധം, സമുദായ വഴക്കങ്ങൾ ഏത് നിഷേധിക്കുന്നതും തന്നെ കൊടിയ കുറ്റമാണ്. അത് സമുദായ ബഹിഷ്കരണം മുതൽ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ദൈവനിന്ദയൊക്കെ. പല സ്ഥലങ്ങളിലും അങ്ങനെ ആയിരുന്നു, ഇന്നും ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. ഇവിടെ പറയാ, ശ്യാമ ഇവിടെ തന്നെ ഉണ്ട്, മഹത്തായ സനാതനധർമ്മത്തിൽ അങ്ങനെയല്ല, ഇവിടെ ചാർവാകനും മഹർഷിയാണ് എന്നൊക്കെയാണ് പുതിയ രീതിയിലുള്ള ആൾക്കാർ പറയാം. അതിൽ കഥയിലൊന്നും യാതൊരു കാര്യമില്ല. ഏറ്റവും ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ഇന്നത്തെ സനാതനധർമ്മ പ്രചാരകർ ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് വളരെ ഭക്ത്യാദരപൂർവ്വം വിളിക്കുന്ന ആദിശങ്കരൻ്റെ അമ്മ മരിച്ചപ്പോൾ
ശവദാഹം നടത്താൻ അദ്ദേഹം ജനിച്ചു വളർന്ന നമ്പൂതിരി സമുദായത്തിലെ ഒരാൾ പോലും സഹകരിച്ചില്ല എന്നാണ് പറയുന്നത്. അത്ര വലിയ കുറ്റമല്ലോ അദ്ദേഹം ചെയ്തിട്ടാണോ? അല്ല, അത് മതി. പഴയ കാലത്ത് അത്ര വളരെ ചെറിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മതി, സമുദായം ബഹിഷ്കരിച്ചാളെ. ഈ പരമ്പരാഗതമായി നടന്നു വന്ന രീതിയിൽ നിന്ന് അദ്ദേഹം ചെയ്ത പണിയൊക്കെ എന്താണ്? ഇതിനൊക്കെ ഊട്ടിയുറപ്പിക്കാനുള്ള പണിയാണ് ചെയ്തത്. പക്ഷെ അത് അന്നത്തെ ആൾക്ക് മനസ്സിലായിട്ടില്ല. അവർ വിചാരിക്കുന്നത് എന്തോ ഈ പറഞ്ഞതിനൊക്കെ എതിരായിട്ട് എന്തോ ചെയ്യാണ് എന്നുണ്ടല്ലോ നിരക്കാണ്. ഇപ്പോൾ സഹായിക്കാൻ ആരുമില്ലാതെ വാഴത്തട അടുക്കി വെച്ചിട്ട് അമ്മേനെ അതിൻ്റെ മുകളിൽ കിടത്തി മന്ത്രശക്തി കൊണ്ട് തീ കൊളുത്തി പിന്നെ ശവദാഹം നടത്തി എന്നാണ് കഥ. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാ ദിക്കിലും, ഇന്ത്യയിലോ ലോകത്തെവിടെയും പാശ്ചാത്യ രാജ്യങ്ങളിൽ, ഇന്നത്തെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ പഴയ കാലത്ത് മതനിന്ദ എന്ന് പറയുന്നത്, ദൈവനിന്ദ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ശിക്ഷ കിട്ടുന്നൊരു കാര്യമായിരുന്നു. ഇതെപ്പോഴാണ് മാറ്റം വരുന്നത്? 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് കേന്ദ്രമായി ആരംഭിച്ച എൻലൈറ്റൻമെൻറ്റ്, ജ്ഞാനോദയം, പ്രബുദ്ധത, ഈ സാംസ്കാരിക മുന്നേറ്റമാണ് ഈ അവസ്ഥക്ക് മാറ്റം വരുത്തിയത്. ദൈവവിശ്വാസത്തെയും മതവിശ്വാസത്തെയും വിമർശിക്കാം, വലിച്ചെറിയാം എന്ന പുതിയ ബോധ്യം അപ്പോഴാണ് വികസിച്ചത്. 18-ാം നൂറ്റാണ്ടിലാണ്. യൂറോപ്പിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ജ്ഞാനോദയ പ്രൊജക്റ്റിൻ്റെ ഫലമാണ് ആധുനികത, മൊഡേണിറ്റി എന്ന് പറയുന്ന പുതിയ സാമൂഹിക സാഹചര്യം. അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇന്ത്യ അടക്കം കൊളോണിയലിസ്റ്റിൻ്റെ കൂടെ കപ്പൽ കയറിയിട്ടാണ് നമുക്ക് ജ്ഞാനോദയം അങ്ങോട്ട് വരുന്നത്. ഇന്ത്യ അടക്കം നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറയുന്നത് ജ്ഞാനോദയത്തിൻ്റെ സ്വാധീനമാണ് കാണിക്കുന്നത്. ഇന്ത്യയിൽ എങ്ങനെയാണ് മാറിയത് കാര്യങ്ങൾ എന്നുള്ളത്. ഇന്ത്യ അടക്കം ലോകത്തിലെ മറ്റ് സമൂഹങ്ങളിലൊക്കെയും ഏറിയും കുറഞ്ഞും ജനാധിപത്യം, മതേതരത്വം, സമത്വബോധം, നിയമവാഴ്ച തുടങ്ങിയിട്ടുള്ള ആധുനിക സങ്കല്പനങ്ങൾ നിലവിൽ വരുന്നത് ഈ യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ അനന്തരഫലങ്ങളായിട്ടാണ്. അപ്പോൾ അന്ന് വരെ പാരമ്പര്യ സമൂഹങ്ങളായി, ട്രഡീഷണൽ സൊസൈറ്റികളായി തുടർന്നിരുന്ന സമൂഹങ്ങൾ പാരമ്പര്യാനന്തരമായ പോസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റിയിലേക്ക് പ്രയാണം തുടങ്ങി. എന്താണ് ജ്ഞാനോദയത്തിലൂടെ സംഭവിച്ചത്? ഈ അന്ന് നമ്മൾ പാശ്ചാത്യ സമൂഹങ്ങളുടെ കാര്യം എടുത്താൽ ബ്ലാസ്ഫമി എന്നത് ദൈവനിന്ദ നേവരമായിട്ടുള്ള ഒരു കുറ്റമാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ യുക്തിയുഗം എന്നറിയപ്പെടുന്ന 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ് 18, 19, 20 ഇങ്ങനെ മാറി 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 വന്നത്. എത്രയോ നൂറ്റാണ്ടുകൾ അവിടെ അതിനു മുമ്പ് നിലനിന്ന് പോന്നിട്ടില്ല. ഈ 18-ാം നൂറ്റാണ്ടിന് മുമ്പ് നിലനിന്ന് പോന്നിട്ടുള്ള ദൈവനിന്ദാ നിയമങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യു ഷാൽ നോട്ട് റിവൈൽ ഗാഡ് എന്നുള്ള കൽപ്പനയാണെന്ന് പറയും. യു ഷാൽ നോട്ട് റിവൈൽ ഗാഡ്, നീ ദൈവത്തെ ദൂഷിക്കരുത് എന്ന ബൈബിൾ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മതനിന്ദാ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നത്. ഇന്ന് അതേ സമൂഹങ്ങളിൽ, ജ്ഞാനോദയാനന്തരം ഈ സമൂഹങ്ങളിൽ ആ നിയമങ്ങളൊക്കെ കാലഹരണപ്പെട്ടു. പകരം മതേതരമായ പുതിയൊരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് ജോൺ കണക്ലി എന്നൊരു ലീഗൽ സ്കോളർ നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആ പുസ്തകത്തിൻ്റെ പേരും ചാപ്റ്ററിൻ്റെ തലക്കെട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഏതാനും കുറച്ചെണ്ണം കൂടി നമ്മൾ ഈ വിഷയമാണ് സംസാരിക്കുന്നത്. ഒരു പുതിയ വാക്യമാണത്. ആ വാക്യം എന്താണ്? യു ഷാൽ നോട്ട് റിവൈൽ ഇൻഡിവിജ്വൽസ് ബിക്കോസ് ഓഫ് ദ റിലീജിയൻ. നമ്മൾ മതവിമർശനത്തിനെയും മതവിദ്വേഷത്തിനെയും ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവിധ ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ യു ഷാൽ നോട്ട് റിവൈൽ ഇൻഡിവിജ്വൽസ് ബിക്കോസ് ഓഫ് ദ റിലിജൻ, നീ വ്യക്തികളെ അവരുടെ മതം നിമിത്തമായി ദൂഷിക്കരുത്. ദൈവം എന്നുള്ളിടത്ത് എന്താ വന്നത്? വ്യക്തി റീപ്ലേസ് ചെയ്യപ്പെട്ടു. യു ഷാൽ നോട്ട് റിവൈൽ ഗോഡ്, യു ഷാൽ നോട്ട് റിവൈൽ ഇൻഡിവിജ്വൽസ്. ഇതാണ് പാശ്ചാത്യ സമൂഹങ്ങളിൽ ജ്ഞാനോദയാനന്തരം വന്നിട്ടുള്ള വലിയൊരു വ്യത്യാസം. ഈ സ്വന്തമായും സ്വതന്ത്രമായും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിവുള്ള വ്യക്തി എന്നതാണ് ആധുനികതയുടെ കേന്ദ്ര സങ്കല്പം. അതുകൊണ്ട് വ്യക്തിയാണ് സാമൂഹ്യ ധാർമ്മികതയുടെയും നിയമവ്യവസ്ഥയുടെയും കൺസേൺ ജ്ഞാനോദയാനന്തര കാലത്ത്. ദൈവത്തെ ദുഷിക്കരുത് എന്ന വാക്യത്തിന് പകരമായിട്ട് വ്യക്തികളെ അവരുടെ മതനിമിത്തമായി ദുഷിക്കരുത് എന്ന വാക്യം ഒരു സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നത് കണക്കിൽ വിവരിച്ച വാക്യം വളരെ ഒരു അർത്ഥപൂർണവും കാവ്യാത്മകവുമായി തോന്നിയുകൊണ്ട് ഞാനത് ഉദ്ധരിച്ചാണ്. The sacred has moved from the ineffable and unseen to the focal point of liberal democracy, the individual. പവിത്രത എന്നതിന് അവർണ്ണനീയതയുടെയും അദൃശ്യതയുടെയും മണ്ഡലത്തിൽ നിന്ന് ഉദാര ജനാധിപത്യത്തിൻ്റെ കേന്ദ്രബിന്ദുവായ വ്യക്തിയിലേക്ക് സ്ഥാനചലനം സംഭവിച്ചു. ഇങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? മനോഭാവങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ടാണ്. അത് ഒന്ന് വ്യക്തമാകാൻ കൂടി വേണ്ടി ഞാനിത് നമ്മുടെ ലോകവീക്ഷണം മാറുന്നതിനനുസരിച്ചിട്ടാണ് നിയമങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ നീതിയും നിയമവും ദൈവത്തെ രക്ഷിക്കാനോ മതത്തെ രക്ഷിക്കാനോ അല്ല, വ്യക്തിയെ രക്ഷിക്കാനാണ് എന്ന തിരിച്ചറിവ് പാശ്ചാത്യ സമൂഹങ്ങളിലുണ്ടായി. അങ്ങനെയാണ് മതവിമർശനത്തിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ മാറി വരുന്നത്. UK
ഈ മതവിദ്വേഷ സംസാരത്തിനെതിരെയുള്ള നിയമത്തെക്കുറിച്ചിട്ട് കണക്റ്റ്ലി പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവിടെ കാണാം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെയാണ് നിയമം. ഈ നിയമം മതവികാരം വ്രണപ്പെടുത്തുന്നതിനെ തടയാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ ലോ ഡസ് നോട്ട് പ്രൊട്ടക്ട് റിലീജിയസ് സെൻസിബിലിറ്റീസ് ഫ്രം ബീയിങ് ഒഫൻഡഡ് എന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നും അതുതന്നെയാണ് നടക്കുന്നത്. ഇന്നും നമ്മളുടെ BNS സെക്ഷൻ 299 ഔട്ട്റേജിങ് ദ റിലീജിയസ് ഫീലിങ്സ് ഓഫ് എനി ക്ലാസ് ഓഫ് സിറ്റിസൻസ് എന്ന് കാണാം. അത് മാറ്റേണ്ട ഒരു നിയമമാണ് ശരിക്കും. അങ്ങനെയല്ല വരേണ്ടത്. വ്യക്തികളെയും ഗ്രൂപ്പുകളെയുമാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അല്ലാതെ റിലീജിയസ് ഫീലിങ്സിനല്ല എന്നുള്ളത്. ഈ ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സിൽ ഏതാനും വാചകങ്ങൾ ഞാൻ ഉദ്ധരിച്ചല്ലോ. ഞാൻ ആകെ 2 വാചകങ്ങൾ ഉദ്ധരിക്കുന്നുള്ളൂ. അതായത് ഒന്ന് മതവിമർശനത്തിൻ്റെ സാമ്പിളായിട്ടും ഒന്ന് അവസാന ഭാഗത്ത് ഞാൻ പറയും മതവിദ്വേഷത്തിൻ്റെ എക്സാമ്പിളും. 2 എക്സാമ്പിളേ പറയുന്നുള്ളൂ. ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സിൽ ഏതാനും വാചകങ്ങളാണ് മതവിമർശനം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് എടുത്തത്. ഇത് മതവിശ്വാസങ്ങളെ പരിഹസിക്കലാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അങ്ങനെ പരിഹസിക്കാനുള്ള അവകാശം മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ അടിസ്ഥാന മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ ഇതും കൂടി ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ 1948 അതിൻ്റെ ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്, എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട്, കോൺഷ്യൻസ് ആൻഡ് റിലീജിയൻ. ദിസ് റൈറ്റ് ഇൻക്ലൂഡ്സ് എ റൈറ്റ് ടു ചേഞ്ച് ഹിസ് റിലീജിയൻ ഓർ ബിലീഫ്. അപ്പോൾ ഈ മതസ്വാതന്ത്ര്യം, മതമോ വിശ്വാസമോ മാറാനുള്ള സ്വാതന്ത്ര്യം അടക്കം എന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാതിരിക്കണം, ഏത് മതത്തിൽ, ഒരു മതത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ അതിൻ്റെ നേരെ എന്താണ്, പൊളി എന്താണ് എന്ന് അറിയണമെങ്കിൽ തുറന്ന മതവിമർശനങ്ങളുടെ അവകാശം വേണം. അങ്ങനെ ഇല്ലെങ്കിൽ ഈ മനുഷ്യാവകാശ പ്രഖ്യാപിച്ചിട്ട് അർത്ഥമില്ല. നിങ്ങൾക്ക് മതം മാറാം നിങ്ങൾക്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ മതം ശരിയോ തെറ്റോ എന്ന് തുറന്ന് വിമർശിച്ചിട്ട് വേണ്ടേ മാറാൻ. ഇല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ മാറാനോ വിശ്വാസം മാറ്റാനോ പറ്റില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഈ നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് ഉറപ്പുവരുത്തിയുള്ള മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് ജബ്ബാർ മാഷിന് ഇത് പ്രസംഗിക്കാനുള്ള അവകാശം കിടക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. മതവിമർശനം നടത്താൻ എനിക്കായാലും ആർക്കായാലും യുക്തിവാദികളുടെ അവകാശം നമ്മുടെ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതില്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥമില്ലാണ്ടാവും. അതിനുശേഷം വന്നിട്ടുള്ള ഐക്യരാഷ്ട്രസഭാ രേഖകളിൽ ചുരുങ്ങിയത് 2 ഈ അവകാശത്തെ ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. 1966 ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICCPR ഇതിൻ്റെ ഈ കവനൻറ്റിൻ്റെ 18ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് മതമോ വിശ്വാസമോ മാറാനുള്ള സ്വാതന്ത്ര്യത്തെ തടയുന്ന സമ്മർദ്ദങ്ങൾക്ക് ആരെയും ഇരയാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ മതവിമർശനത്തെ നിരോധിക്കുക എന്നത് മതം തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ അടിസ്ഥാന മനുഷ്യാവകാശത്തെ നിരോധിക്കുന്ന ഒരു മർദ്ദന നടപടിയാണ്. അത് UNDRനും ICCPRനും എതിരാണ് എന്നാണ് ഞാൻ വാദിക്കുന്നത്. ഈ ഐക്യരാഷ്ട്രസഭയിൽ മതവിമർശനം എന്ന വിഷയത്തെക്കുറിച്ചിട്ടുള്ള ധാരണകൾ നമ്മൾ പറഞ്ഞു. UDHR പറഞ്ഞു, ICCPR പറഞ്ഞു. ഒരു രേഖയും കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാം. 2011 UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ICCPRുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിലൊരു വാചകം ഞാനവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്, ഏതെങ്കിലും മതത്തിനോടോ 2011 ഏതെങ്കിലും മതത്തിനോടോ മറ്റ് വിശ്വാസ സമ്പ്രദായത്തോടോ ബഹുമാനമില്ലായ്മ പ്രദർശിപ്പിക്കുന്നത് നിയമങ്ങളും മറ്റും വഴിയായി നിരോധിക്കുക. ഈ ബ്ലാസ്ഫമി ലോസ് എന്ന് പറയുന്നത് ഈ ICCPRന് കവനൻറ്റിന് വിരുദ്ധമാണെന്നാണ് UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 2011 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആധുനികമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാര ജനാധിപത്യം നിലനിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മതവിമർശനവും സംബന്ധിച്ചുള്ള നിയമങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. മതം വിമർശിച്ചു എന്ന് വെച്ച് വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ ഇവിടെ പറ്റില്ല. UK ഇത് സംബന്ധിച്ചുള്ള നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ദ ലോ ഡസ് നോട്ട് പ്രൊട്ടക്ട് റിലീജിയസ് സെൻസിബിലിറ്റീസ് ഫ്രം ബീയിങ് ഒഫൻഡഡ് എന്ന കാര്യം പറഞ്ഞു. എന്താണ് നിയമം ചെയ്യുന്നത്? അത് വ്യക്തികളെയാണ് രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് റിലീജിയൻസ് ആൻഡ് റിലീജിയസ് സിംബിൾസ്, അത് ഈ വ്യക്തികളെയും ഗ്രൂപ്പുകളെയുമാണ് പരിരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നത്. എന്തിൽ നിന്ന് പരിരക്ഷിക്കാൻ? ഫ്രം റിലീജിയസ് ഇൻസൾട്ട്സ് ദാറ്റ് ഡിമീൻ ദർ ഹ്യൂമൻ ഡിഗ്നിറ്റി, അവരുടെ മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന മതാധിഷ്ഠിത അവഹേളനങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ. ഇവിടെ ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യ അന്തസ്സ് എന്നൊരു വാക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഹെയ്റ്റ് സ്പീച്ച് എന്ന വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിദ്വേഷ ഭാഷണം, ഹെയ്റ്റ് സ്പീച്ച്
മനുഷ്യ അന്തസ്സിനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു പുസ്തക ഭാഗം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ പുസ്തക ഭാഗം ദ ഹാം ഇൻ ഹെയ്റ്റ് സ്പീച്ച് എന്ന പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത്. 2012 ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ആണ് പുസ്തകം. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ജെറമി വാൾഡ്രൻ ആണ്. ആരാണ് ജെറമി വാൾഡ്രൻ എന്നുള്ളതിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിക്കിപീഡിയ പേജിൽ ഒരൊറ്റ വാക്യം ഞാൻ മാത്രം ഉദ്ധരിക്കാം. വാൾഡ്രൻ ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ്. ഈ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ ഒരു സെക്ഷനാണ് ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് ഡിഗ്നിറ്റി ആൻഡ് അഷ്വറൻസ് എന്നാണ്. ഈ വാക്കിൻ്റെ ഡിഗ്നിറ്റിയിലാണ് നമ്മൾ തുടങ്ങിയത്. ഡിഗ്നിറ്റി ആൻഡ് അഷ്വറൻസ്. ഇതൊന്ന് ശ്രദ്ധിച്ച് ഈ വായനയിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഡിഗ്നിറ്റി ആൻഡ് അഷ്വറൻസ് എന്ന് പേരിട്ടത് എന്ന് മനസ്സിലാവും. ഇതിൽ പറയുന്ന 2 സന്ദേശങ്ങൾ, 2 ആക്രമണങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് പിന്തുടരുകയാണെങ്കിൽ മനസ്സിലാവും. ഒറിജിനൽ ടെക്സ്റ്റ് ഞാൻ സ്ലൈഡിൽ കാണിക്കാം. തർജ്ജമ ഞാൻ വായിച്ചു പോവാം. ഇടയ്ക്ക് നിർത്തിയിട്ട് ഞാൻ എൻ്റെ ചില നിരീക്ഷണങ്ങൾ കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഈ റീഡിങ് സെഷൻ. ഇത് ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കുകയാണ്. ന്യൂജേഴ്സിയിലെ ഒരു നഗരത്തെരുവിൽ തൻ്റെ 7 വയസ്സുള്ള മകൻ്റെയും 10 വയസ്സുള്ള മകളുടെയും കൂടെ നടക്കാനിറങ്ങിയ ഒരു മനുഷ്യൻ ആ തെരുവിലെ ഒരു വളവ് കടന്ന ഉടനെ തൻ്റെ മുന്നിൽ ഒരു പരസ്യപ്പലകയിൽ ഇങ്ങനെ എഴുതി വെച്ചത് കാണാനിടയായി: മുസ്ലിങ്ങളും സെപ്റ്റംബർ 9. അവർക്ക് സേവനം ചെയ്യാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക, അവരെ പ്രവേശിപ്പിക്കാതിരിക്കുക. ആ പരസ്യപ്പലയിൽ എഴുതിയത് കണ്ടിട്ട് ഇതെന്താണച്ചാ എന്ന് മകൾ ചോദിക്കുന്നു. ഒരു മുസ്ലിമായ അവളുടെ അച്ഛൻ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിൽ ധൃതി പിടിച്ച് തൻ്റെ കുട്ടികളുമായി നടന്നുപോയി. അതേ വഴിയിൽ ഇനിയും ഇതുപോലുള്ള പോസ്റ്ററുകൾ തൻ്റെ കുട്ടികൾ കാണേണ്ടി വരില്ലായിരിക്കുമെന്ന പ്രത്യാശയിലാണ് അയാൾ നടന്നത്. മറ്റു ദിവസങ്ങളിൽ അതുപോലുള്ള പലതരം പോസ്റ്ററുകൾ അയാൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ മുസ്ലിം കുട്ടികളുടെ വലിയ ഒരു ഫോട്ടോയിൽ ഇവരുടെ എല്ലാം പേര് ഒസാമ എന്നാണ് എന്ന മുദ്രാവാക്യം എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരിക്കൽ താൻ പോകുന്ന പള്ളിയുടെ പുറംചുവരിൽ ജിഹാദ് കേന്ദ്രം എന്നെഴുതിയ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. ഇവിടെ നിർത്തിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു പോകാം. ഈ കണ്ണിയെക്കുറിച്ചൊരു കാര്യം പറയട്ടെ. ന്യൂജേഴ്സിയിലെ ഒരു നഗരത്തിലെ മുസ്ലിം അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഇതേ കാര്യം ഇതുപോലെ തന്നെ ലോകത്തെവിടെയും അന്യവൽക്കരണത്തിനും കുറ്റപ്പെടുത്തലിനും ഇരയാകുന്ന ഏതൊരു ജനവിഭാഗത്തിൻ്റെയും കാര്യത്തിൽ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇതുപോലുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരുന്നത് ഹിന്ദു മതക്കാരനായ ഒരു പിതാവിനും മക്കൾക്കുമാവും. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ അതൊരു അഹമ്മദീയ മതക്കാരനാവും. ഇറാനിലെ ടെഹ്റാനിൽ അതൊരു ബഹായി മതക്കാരനാവും. അതുകൊണ്ട് അമേരിക്കയിലെ മുസ്ലിം കുടുംബത്തെക്കുറിച്ച് ഉദാഹരിച്ചുകൊണ്ട് ആരംഭിച്ച ജെറമി വിൽഡറിൻ്റെ ഒരു ഖണ്ഡിക ഇവിടെ വായിച്ചത് വിശ്വനാഥനൊരു ജിഹാദി യുക്തിവാദി ആയതുകൊണ്ടാണ് എന്ന് പറയാനിടയുള്ള അല്പബുദ്ധികളോട് എനിക്ക് പറയാനുള്ള ഇതാണ്: അല്ലയോ മഹാന്മാരെ, നിങ്ങളൊക്കെ എഴുതിയും സംസാരിച്ചും പ്രവർത്തിച്ചും ഈ ലോകം ഇത്രക്ക് മോശമാക്കുന്നതിന് മുമ്പ്, മലിനമാക്കുന്നതിന് മുൻപ് ലോകമാനവികത എന്ന ആശയത്താൽ പ്രചോദിതരായ വളരെയധികം മലയാളികൾ ഈ കേരളത്തിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇന്നും കുറേ പേർ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ടൗൺ ഹാളിലിരിക്കുന്ന ആൾക്കാർ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ മലയാളത്തിലെ വലിയ കവി എടശ്ശേരി 1952 എഴുതിയ കുറച്ച് വരികൾ ഞാനൊന്ന് ഉദ്ധരിക്കാം. കുടിയിറക്കൽ എന്ന കവിതയാണേ. കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ, ഏതു രാഷ്ട്രക്കാർ നിങ്ങൾ? പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി. അതിലെന്തുണ്ടാർക്കാനും ഉടമയില്ലാത്ത ഭൂപടമേലും പാഴ്വരക്കർത്ഥമുണ്ടോ? എവിടെവിടങ്ങളീ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ടിപ്പാരിടത്തിൽ. അവിടങ്ങളെ ചേർത്തു വരക്കുകിന്നിവരുടെ രാജ്യത്തിൻ അതിർവരകൾ. ബഹിഷ്കരിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഓരോ ജനവിഭാഗത്തെയും കൂട്ടിച്ചേർത്ത് വരക്കപ്പെടുന്ന മാനസിക ഭൂപടങ്ങൾ ഉൾവഹിക്കുന്ന മലയാളി മനസ്സിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പരവിദ്വേഷ വിഷം നിറഞ്ഞ മനസ്സുകൾക്ക് ഈ പറയുന്നതൊക്കെ വളരെ അർത്ഥശൂന്യവും പരിഹാസ്യവുമായേ തോന്നുകയുള്ളൂ. അവർക്ക് വേണ്ടിയല്ല ഇതൊന്നും പറയുന്നതാണ്. ശരി, ഇനി നമുക്ക് വീണ്ടും നമ്മൾ വായിക്കാൻ തുടങ്ങിയ ജെറമി വാൾഡറിൻ്റെ പുസ്തക ഭാഗത്തിലേക്ക് തിരിച്ചു പോകാം. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1 മണിക്കൂർ ചിലവാക്കിയിട്ട് എന്ത് കിട്ടി?
ജെറമി വാൾട്ടറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ ഞാൻ വായിച്ചു. കൊള്ളാം, അതുകൊണ്ട് നഷ്ടം വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ശരി, അപ്പോൾ ഞാൻ ആ പുസ്തകത്തിലേക്ക് തിരിച്ചു പോവാണ്. ഈ പറഞ്ഞ എഴുത്തുകളുടെ പ്രസക്തിയും പ്രഭാവവും എന്താണ്? വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ദീസ് സയൻസ്? പൊതുവെ നമുക്കവയെ ഹെയ്റ്റ് സ്പീച്ച്, വിദ്വേഷ ഭാഷണം എന്ന് വിളിക്കാം. വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചുവരെഴുത്തുകൾ, കുരിശു കത്തിക്കൽ ഇവിടെ പറയുന്നത് അമേരിക്കയിലെ ക്ലൂക്ലക്സ് ക്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള റേസിസ്റ്റ് തീവ്രവാദികളുടെ ഒരു അടയാളമാണ് ഈ കുരിശു കത്തിക്കൽ. ക്രോസ് ബേണിംഗ്, ക്രോസ് ലൈറ്റിംഗ് എന്നൊക്കെ പറയും. വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചുവരെഴുത്തുകൾ, കുരിശു കത്തിക്കൽ, ഫ്ലോറിഡയിലെ പത്രാസുള്ള നഗരഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരെ ഓടിച്ചു വിടാനായി ഒരു കാലത്ത് ഉപയോഗിക്കപ്പെട്ടുന്ന ജൂതർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന ബോർഡുകൾ, ഇവയെല്ലാം ഹെയ്റ്റ് സ്പീച്ച് എന്ന് നമ്മൾ പൊതുവെ പറയും. എന്താണ് ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ളതാണ്? ഹെയ്റ്റ് സ്പീച്ച്, വിദ്വേഷ ഭാഷണം എന്ന് കേൾക്കുമ്പോൾ ഇവയുടെ പ്രാഥമിക ധർമ്മം, ഇതിൻ്റെ ഇംഗ്ലീഷ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പ്രാഥമിക ധർമ്മം ആവിഷ്കാരമാണ് എന്ന് തോന്നിപ്പോകാൻ ഇടയുണ്ട്. വംശീയവാദിയോ മുസ്ലിം വിരുദ്ധനോ ആയ ഏതോ ഒരാൾ തൻ്റെ മനസ്സിൽ തിളച്ചുമറിയുന്ന വിദ്വേഷത്തെ പുറത്തേക്ക് വമിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രം അത് മനസ്സിലാക്കപ്പെടാം. പക്ഷേ ഹെയ്റ്റ് സ്പീച്ച് എന്നത് അതിനും അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ഈ എഴുത്തുകൾ യഥാർത്ഥത്തിൽ അനേകം സന്ദേശങ്ങൾ വഹിക്കുന്നു. ഉദാഹരണത്തിന്, തള്ളിപ്പറയപ്പെടുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട മനുഷ്യരിലേക്ക് ഈ പോസ്റ്ററുകളും ലഘുലേഖകളും ഇങ്ങനെ ഒരു സന്ദേശം അയക്കുന്നു. 2 തരം സന്ദേശങ്ങൾ ഇത് അയക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തേത്, ഈ ഏതൊരു ജനവിഭാഗത്തിനെതിരായാണോ ഹെയ്റ്റ് സ്പീച്ച് വരുന്നത് അവർക്കുള്ള സന്ദേശങ്ങളാണ്. ആ സന്ദേശം ഇതാണ്: ഡോണ്ട് ബി ഫൂൾഡ് ഇൻ ടു തിങ്കിങ് യു ആർ വെൽക്കം ഹിയർ. നിങ്ങൾ ഇവിടെ സ്വാഗതം ചെയ്യപ്പെടുന്നു എന്ന അബദ്ധ ചിന്ത വേണ്ട. നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹം ഉദാരമനസ്കവും വിവേചനരഹിതവുമാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾക്കെപ്പോൾ അത് സാധിക്കുമോ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അവഗണിക്കപ്പെടും, ബഹിഷ്കരിക്കപ്പെടും, മർദ്ദിക്കപ്പെടും, തുരത്തപ്പെടുകയും ചെയ്യും. തൽക്കാലത്തെ നിലയിൽ ഞങ്ങൾക്കൊന്ന് ഒതുങ്ങിയിരിക്കേണ്ടി വരുന്നുണ്ടാവാം. 2012 വരെ ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. തൽക്കാലത്തെ നിലയിൽ ഞങ്ങൾക്ക് ഒതുങ്ങിയിരിക്കേണ്ടി വരുന്നുണ്ടാകാം. പക്ഷേ അതോർത്ത് അധികം സന്തോഷിക്കേണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടർക്കും മുൻകാലങ്ങളിൽ സംഭവിച്ചതെന്തെന്ന് ഓർത്തുകൊള്ളുക. ഭയന്നിരിക്കുക. ബി അഫ്രൈഡ്, ഭയന്നിരിക്കുക. ഇതാണ് പിന്നെ വിവേചനത്തിന് ഇരയാവുന്നവർക്ക് ഈ കൊടുക്കുന്ന സന്ദേശം. മറ്റ് ഭാഗത്ത് ആക്രമിക്കപ്പെടുന്ന ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ പെടാത്തവരായിട്ടുള്ള സമൂഹത്തിലെ സോക്കോൾഡ് ഭൂരിപക്ഷത്തിനോടും ഈ ചുവരെഴുത്തുകൾ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതിതാണ്: ഈ ന്യൂനപക്ഷക്കാർ ഇവരിവിടെ വേണ്ട എന്ന അഭിപ്രായമുള്ളവരായി നിങ്ങളിൽ ചിലരുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇവർ വൃത്തികെട്ടവന്മാരാണ്, അല്ലെങ്കിൽ അപകടകാരികളാണ്, അല്ലെങ്കിൽ ക്രിമിനലുകളാണ്, അല്ലെങ്കിൽ ഭീകരവാദികളാണ് എന്ന തോന്നലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒറ്റക്കല്ല. ഗവൺമെൻറ് എന്തു വേണമെങ്കിലും പറയട്ടെ, ഈ ആൾക്കാർക്ക് ഇവിടെ സ്വാഗതമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിടത്തോളം ആൾക്കാർ നമുക്കുണ്ട്. ഇവന്മാർ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണെന്നത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടത്രയും ആൾക്കാർ നമ്മുടെ പക്ഷത്തു നിന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരോട് സംസാരിക്കുക, നിങ്ങളുടെ കസ്റ്റമർമാരോട് സംസാരിക്കുക. സർവോപരി ഇത്തരം ആൾക്കാർ ഈ നാട്ടിലേക്ക് ഇനി കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക. ഇതാണ് ഭൂരിപക്ഷത്തിന് കൊടുക്കുന്ന സന്ദേശം. ആകെ 2 വാചകമേ ഉള്ളൂ. ആ 2 വാചകത്തിലൂടെ ഇത്രയും വലിയ സന്ദേശങ്ങൾ സമൂഹത്തിൻ്റെ 2 ഭാഗങ്ങളിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതെന്നാണ് ജെറമി വാൾട്ടർ പറയുന്നത്. 2012 എഴുതിയതാണ്. ഞാൻ എൻ്റെ ചില കമൻറ്റുകൾ എന്നോട് പറയാം. 2012 എഴുതിയ പുസ്തകമാണിത്. അതൊക്കെ ആ കാലത്ത് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. 13 വർഷം കൊണ്ട് ഇപ്പം ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ളത് ഇന്ത്യയുടെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. നമ്മുടെ ഭരണത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള ആൾക്കാർ പോലും വളരെ തുറന്ന രീതിയിൽ ഹെയ്റ്റ് സ്പീച്ച് പറയുന്നൊരു കാലമാണ് എന്നുള്ളത്. അത് ആ എസ്കലേഷൻ എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രതിഭാസമാണ്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു പിരമിഡ് ഓഫ് ഹെയ്റ്റ് എന്നുള്ള കാര്യം പറയുന്നത്. ഈ എസ്കലേഷൻ, ആൻറ്റി ഡിഫമേഷൻ ലീഗ് എന്നൊരു സംഘടന, ഇത് ആ പുസ്തകത്തിൽ നമ്മൾ കുറച്ചൊന്ന് വിട്ടുപോവുകയാണ്, ചില ചർച്ച ചെയ്തിട്ട് പുസ്തകത്തിൽ തിരിച്ചു വരും. ആൻറ്റി ഡിഫമേഷൻ ലീഗ് എന്ന സംഘടന വിദ്വേഷത്തിൻ്റെ പിരമിഡ്, ദ പിരമിഡ് ഓഫ് ഹെയ്റ്റ് എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. സമൂഹത്തിലെ വിവേചനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും സാന്നിധ്യത്തെ ഒരു രേഖാചിത്രമായി ഇതിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ വിദ്വേഷ പിരമിഡിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ്സ്, പക്ഷപാത മനോഭാവങ്ങൾ എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ ആക്ട്സ് ഓഫ് ബയാസ്, പക്ഷപാത പ്രവൃത്തികൾ. 3-ാമത്തെ അടുക്കായിട്ട് ആക്ട്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, വിവേചന നടപടികൾ. അതിന് മുകളിൽ 4-ാമതായിട്ട്
ബയാസ് മോട്ടിവേറ്റഡ് വയലൻസ്, പക്ഷപാത പ്രേരിതമായ ആക്രമങ്ങൾ, ഈ ലെവലിലാണ് നമ്മൾ ബുൾഡോസറൊക്കെ കാണുക. ഏറ്റവും മുകളിൽ ജിനോസൈഡ്, വംശഹത്യ, അങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഇതിലെ രണ്ടാമത്തെ ലെവലിൽ വരുന്നതാണ്. ഈ ജെറമി വാൾട്ടർ നേരത്തെ പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വിദ്വേഷ ഭാഷണം എന്ന് കേൾക്കുമ്പോൾ അവയുടെ പ്രാഥമിക ധർമ്മം ആവിഷ്കാരമാണ് എന്ന് തോന്നിപ്പോകാനിടയുണ്ട്. വംശീയവാദിയോ മുസ്ലിം വിരുദ്ധനുമായ ഏതോ ഒരാൾ തൻ്റെ മനസ്സിൽ തിളച്ചുമറിയുന്ന വിദ്വേഷത്തെ പുറത്തേക്ക് വമിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രം അത് മനസ്സിലാക്കപ്പെടാം. പക്ഷേ ഹെയ്റ്റ് സ്പീച്ച് എന്നത് അതിനും അപ്പുറത്തുള്ള കാര്യമാണ്. ആ കാര്യം ഊന്നി പറയാനാണ് ഞാൻ ഈ പിരമിഡ് ഓഫ് ഹെയ്റ്റ് എന്ന ആശയത്തെ പരിചയപ്പെടുന്നത്. ഈ പിരമിഡിലെ ഓരോ അടുക്കും അതിന് മേലെയുള്ള അടുക്കുകളെ താങ്ങി നിർത്തുക എന്നുള്ള ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഓരോ ഈ അടിയിലെ തട്ടിൻ്റെ മുകളിലാണ് മേലെ തട്ട് നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ ഈ താഴത്തെ അടുക്കൾ രൂപപ്പെട്ട് വരുന്ന സമയത്ത് തന്നെ ഇടപെട്ടിട്ട് ഈ പിരമിഡിൻ്റെ പണി നിർത്തിക്കാൻ ഒരു സമൂഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും മേലെ 5-ാം നിലയിലെ വംശഹത്യയിൽ തന്നെ പോയി അവസാനിക്കും. ഇതാണ് നമ്മൾ. അപ്പോൾ ഈ പിരമിഡ് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? അത് തല്ലിപ്പൊളിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഈ ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ്സ്, ഇപ്പോൾ ഒരു സംവരണ വിരുദ്ധത പറയുന്നു, ജാതിവാൽ പ്രേമം, ഇതൊക്കെ 1-ാം നിലയുടെ ഭാഗമാണ്. അതിനെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരുന്നത് വളരെ കാലം. അതുപോലെ തന്നെ ഇപ്പോൾ ആ ലെവലാണ് ഞാൻ പാണനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല എന്ന് വേടൻ പാട്ട് പാടുമ്പോൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും അടിയിലുള്ള ഈ ഒരു ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ്സിനെ, നീ തമ്പുരാനല്ല ഞാൻ പാണനല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് വാസ്തവത്തിൽ ഈ ഏറ്റവും അടിയിലുള്ള ഈ ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇതിനെ പൊളിക്കാനുള്ള ശ്രമമാണ്, ഈ പിരമിഡിൻ്റെ പൊളിക്കാൻ. അതാണ് ഇവർ ഇത്ര വേവലാതിപ്പെടുന്നത്. ഞാൻ എന്തുകൊണ്ട് അയാളോട് ഇത്രയധികം വേവലാതി? അത് അടിസ്ഥാനപരമായിട്ടൊരു സോഷ്യൽ എഞ്ചിനീയറിങ് അയാൾ ചെയ്യുന്നത്. കാരണം ഹെയ്റ്റ് എന്നുള്ള സാധനത്തിൻ്റെ ഏറ്റവും അടിത്തറയിൽ പൊളിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ മേലെ ഒന്നും പണിയാൻ പറ്റില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പണിയാണ് വേടൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള ആ ഒരു ഇതാണ് ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ്സ്. അതിന് മേലെയുള്ളതാണ് ആക്ട്സ് ഓഫ് ബയാസ്. ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഈ പക്ഷപാത പ്രവൃത്തികൾ എന്ന് പറയുന്നത് 2-ാം നിലയുടെ ഭാഗമാണ്. നമ്മുടെ സംസ്ഥാനമടക്കം ഇന്ത്യയിലെമ്പാടും ഇന്ന് ഈ 2-ാം നിലയുടെ പണി വളരെ നിർബാധമായി നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ 2ഉം 3ഉം പണി കഴിഞ്ഞ് 4-ാം നിലയിലെ ബുൾഡോസർ രാജ് വരെ എത്തിക്കഴിഞ്ഞു. ഈ വിദ്വേഷ പിരമിഡിൻ്റെ പണി നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മുടെ സമൂഹത്തിൽ അവിടെ പണി നിർത്തിവെപ്പിക്കുക, അത് പണി കിടക്കുന്ന പൊളിച്ചു നീക്കുക എന്ന ഈ പ്രവൃത്തിയാണ് ആധുനികതയ്ക്കും ജനാധിപത്യത്തിനും സമത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഓരോ വ്യക്തിയും ഓരോ ഗ്രൂപ്പും ചെയ്യേണ്ടി വരുന്നത്. അത്രയും പറഞ്ഞ് നമുക്ക് ജെറമി വാൾട്ടറിൻ്റെ പുസ്തക ഭാഗത്തിലേക്ക് തിരിച്ചു പോവാം. ഈ ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷത്തിലും പെട്ട മനുഷ്യർക്ക് മുകളിൽ പറഞ്ഞ 2 തരം സന്ദേശങ്ങൾ, അതാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം. 2 തരം സന്ദേശങ്ങളാണ് ഹെയ്റ്റ് സ്പീച്ച് വഹിക്കുന്നത് എന്നുള്ളത്. അതാണ് ഈ പോസ്റ്ററുകളുടെയും ചുവരെഴുത്തുകളുടെ താല്പര്യം. അതാണ് എല്ലാ ഹെയ്റ്റ് സ്പീച്ചിൻ്റെയും താല്പര്യം. ഇത്തരം സന്ദേശങ്ങൾ സമൂഹത്തിലെ പരസ്പര ബന്ധഘടനയുടെ സ്ഥിര സ്വഭാവമായി കാണപ്പെടണം എന്നതാണ് അവയുടെ താല്പര്യം. അതുവഴി നമ്മുടെ ഉദാഹരണത്തിലെ കുട്ടികളുമായി നടന്നു പോകുന്ന ന്യൂനപക്ഷക്കാരനായ അച്ഛൻ ഇത്തരത്തിലൊരു പരസ്യം ഇനി എവിടെ പ്രത്യക്ഷപ്പെടും? തൻ്റെ മക്കൾ അതിൻ്റെ അർത്ഥം എന്താണച്ചാ എന്നെപ്പോൾ ചോദിക്കും എന്നറിയാതെ ഉഴലുന്ന അവസ്ഥ വരികയും ചെയ്യുന്നു. മുസ്ലിങ്ങളല്ലാത്ത എൻ്റെ പല സഹപ്രവർത്തകരും പറയുക, ഈ ചുവരെഴുത്തുകളോടും അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാർ, ജൂതന്മാർ തുടങ്ങിയ മറ്റ് ജനവിഭാഗങ്ങൾക്കെതിരായ സന്ദേശങ്ങളോടുമൊക്കെ തങ്ങൾക്ക് കഠിനമായ ഇഷ്ടക്കേടുണ്ട് എന്നാണ്. എന്നാൽ ഹെയ്റ്റ് സ്പീച്ചിനോട് അനിഷ്ടമുള്ള നമ്മളൊക്കെ അതിനെ സഹിച്ച് ജീവിക്കാൻ പഠിക്കേണ്ടതുണ്ട് എന്നാണ് അവരുടെ അഭിപ്രായം. കൂടുതൽ ചോദിച്ചാൽ നമ്മുടെ ഉദാഹരണത്തിലെ അച്ഛനും മക്കളും അവരെപ്പോലുള്ള മറ്റുള്ളവരും കൂടി ഇതുപോലുള്ള സന്ദേശങ്ങൾ സഹിച്ച് ജീവിക്കാൻ പഠിക്കണം എന്ന് ഈ സുഹൃത്തുക്കൾ പറയും. പക്ഷേ അവരത് പറയുന്നത് അസ്വസ്ഥതയോടെയാണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും ഫേസ്ബുക്കിൽ. ഒരു ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞതിന് ഒരാളെ ഗവൺമെൻറ് ഇപ്പോൾ അടുത്ത് പ്രോസിക്യൂട്ട് ചെയ്ത് ഒരു കേസ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എഴുതിയാണ്, അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അത് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട് എന്ന് ഇന്നലെ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് ഞാൻ കാണുന്നുണ്ടായി. അതേസമയം അവരുടെ ലിബറൽ വീരവാദങ്ങളെപ്പറ്റി അവർക്ക് മിക്കപ്പോഴും വലിയ ആത്മവിശ്വാസമുള്ളതായി കാണാം. ഐ ഹേറ്റ് വാട്ട് യു സേ ബട്ട് ഐ വിൽ ഡിഫെൻഡ് ദ ഡെത്ത് യു ആർ റൈറ്റ് ടു സേ ഇറ്റ്. ഇത് പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്. നിങ്ങൾ പറയാനുള്ള ആശയത്തെ ഞാൻ വെറുക്കുന്നു, നിങ്ങൾ പറയുന്ന ആശയത്തെ ഞാൻ വെറുക്കുന്നു, പക്ഷേ നിങ്ങൾക്കത് പറയാനുള്ള അവകാശത്തെ എൻ്റെ ജീവൻ നൽകിയും ഞാൻ പ്രതിരോധിക്കും എന്ന ക്രൂര അധിക്ഷേപവാക്യത്തിൻ്റെ വേദന തങ്ങൾ സഹിക്കുന്നുവല്ലോ എന്നതിലേക്ക് അവർ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കും. അവരുടെ അഭിപ്രായത്തിൽ അതാണ് പരമപ്രധാനം. നമ്മൾ ചർച്ച ചെയ്ത പരസ്യപ്പലകൾ നമ്മുടെ സാമൂഹ്യ പരിസ്ഥിതിയെ മലീമസമാക്കുന്ന ആ മതവിദ്വേഷ അധിക്ഷേപങ്ങൾ നിയമത്തിൻ്റെ വിഷയമേ ആവേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. ഇത്തരം പരസ്യപ്രചരണങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യുന്നവരുടെ മൗലികാവകാശമാണ്.
അവിടെ നിയന്ത്രണ വിധേയമാക്കപ്പെടേണ്ട യാതൊന്നുമില്ല, നിയമത്തിന് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. നല്ലൊരു സമൂഹം തള്ളിപ്പറയേണ്ടതായ, അതിൻ്റെ നിയമപാലന വ്യവസ്ഥയെ ഉപയോഗിച്ച് അമർച്ച ചെയ്യേണ്ടതായ യാതൊന്നും ഇതിലില്ല എന്നാണ് ഈ സുഹൃത്തുക്കൾ പറയുന്നത്. ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. അവർ അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിച്ചേ മതിയാവൂ. അതായത് ഹെയ്റ്റ് സ്പീച്ച് സൃഷ്ടിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിനകത്ത് അവരുടെ ജീവിതങ്ങൾ ജീവിക്കാനും അവരുടെ വ്യാപാരങ്ങൾ നടത്താനും അവരുടെ കുട്ടികളെ വളർത്താനും അവർ ശീലിക്കുക തന്നെ വേണം എന്നാണ് ഈ സുഹൃത്തുക്കൾ പറയുന്നത്. ഞാൻ ഇതിനോട് വിയോജിക്കുന്നു. വേൾട്ടൻ പറയുന്നതാണ്, സാമൂഹ്യവും നിയമപരവുമായ ചില അപകടാവസ്ഥകൾ ഈ കാര്യത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അപകടങ്ങളെ രണ്ട് രീതിയിൽ വിവരിക്കാം. ഇതാണ് വേറൊരു പോയിന്റ്. ആദ്യം നമ്മൾ പറഞ്ഞു 2 സന്ദേശങ്ങൾ. അതുപോലെ തന്നെയാണ് ഇവിടെ വേറെ 2 കാര്യങ്ങൾ പറയുന്നത്. 2 അപകടങ്ങളാണുള്ളത്. ഒന്ന്, ഉൾക്കൊള്ളൽ എന്ന പൊതുവിഭവത്തിൻ്റെ കാര്യം, പബ്ലിക് ഗുഡ് ഓഫ് ഇൻക്ലൂസീവ്നെസ്. ഇത് വളരെ പുതിയൊരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി. എനിക്ക് നേരത്തെ പരിചയമായിരുന്ന കൺസെപ്റ്റാണ്. നമ്മുടെ സമൂഹം നിർമ്മിക്കുന്നതും നിലനിർത്താൻ പ്രതിജ്ഞയെടുത്തിട്ടുള്ളതുമായ ഒരു പൊതുവിഭവമാണ് ഇൻക്ലൂസീവ്നെസ് എന്നത്. ഇത് അമേരിക്കയെക്കുറിച്ച് പറയുന്നതാണെങ്കിലും ഇന്ത്യക്കും അതുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളും അങ്ങനെ തന്നെ ഒരു സൊസൈറ്റി ആണല്ലോ. വംശപരമായും വർഗപരമായും രൂപപരമായും മതപരമായും ഒക്കെ വ്യത്യസ്തരാണ് നമ്മൾ. ഈ വൈവിധ്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നൊരു മഹത്തായ പരീക്ഷണത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ ഗ്രൂപ്പും നിർബന്ധമായി അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹം എന്നത് തങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളതല്ല, മറിച്ച് മറ്റെല്ലാവർക്കുമൊപ്പം തങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എന്നതാണ് ആ കാര്യം. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും, അതായത് ഓരോ ഗ്രൂപ്പിലെയും ഓരോ അംഗത്തിനും മറ്റു മനുഷ്യരിൽ നിന്ന് ശത്രുത, അതിക്രമം, വിവേചനം, ബഹിഷ്കരണം ഇതൊന്നും നേരിടേണ്ടി വരാതെ സ്വന്തം ജീവിത വ്യാപാരവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഉറപ്പ്, ഈ ഉറപ്പ് എന്നുള്ളതാണ് ഡിഗ്നിറ്റി ആൻഡ് അഷുറൻസ് എന്ന തലക്കെട്ടിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള അഷുറൻസ് കേട്ടോ. അത്തരത്തിലുള്ള ഉറപ്പ് ഫലപ്രദമായി മനുഷ്യർക്ക് ലഭ്യമായിട്ടുള്ള സമൂഹങ്ങളിൽ ആ ഉറപ്പെന്നത് ഏറെക്കുറെ അദൃശ്യമാണ്. ശ്വസിക്കുന്ന വായുവിൻ്റെ ശുദ്ധത എന്നതുപോലെ പൊതുവെള്ളത്തിൻ്റെ ശുദ്ധത എന്നതുപോലെ നമ്മുടെ പൊതുവെള്ളം ശുദ്ധമല്ല, അത് വേറെ കാര്യം. എല്ലാവർക്കും വിശ്വാസപൂർവ്വം അതിനെ ആശ്രയിക്കാൻ കഴിയുന്നു. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് സുരക്ഷാബോധത്തോടെ ജീവിക്കാൻ കഴിയുക എന്നത് ഒരു പബ്ലിക് ഗുഡ്, ഒരു പൊതുവിഭവമാണ്. ഒരു നല്ല സമൂഹത്തിൽ ഈ ഒരു പൊതുവിഭവ സൃഷ്ടിക്ക് ഓരോ മനുഷ്യരും സംഭാവന ചെയ്യുന്നു. അത് നിലനിർത്താൻ ഓരോ മനുഷ്യനും സഹായിക്കുന്നു. നൈസർഗികമായി ഏറെക്കുറെ അദൃശ്യമായാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഈ പൊതുവിഭവത്തിൻ്റെ അടിത്തറ മാന്തുക, അതല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നത് സാധാരണയിലധികം പ്രയാസമാക്കുക എന്ന കാര്യമാണ് ഹെയ്റ്റ് സ്പീച്ച് സമൂഹത്തിൽ ചെയ്യുന്നത്. വിവേചനവും അക്രമവും പ്രഖ്യാപിക്കുക മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെയോ മറ്റു സമൂഹങ്ങളുടെയോ മുൻകാല ദുരന്ത അനുഭവങ്ങളെക്കുറിച്ചുള്ള പേക്കിനാവുകളെ പുനരുജ്ജീവിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ വിദ്വേഷ ഭാഷണങ്ങൾ. അങ്ങനെ ചെയ്യുന്നത് വഴി സാമൂഹ്യ സമാധാനത്തിന് ഒരു തരം പാരിസ്ഥിതിക ഭീഷണി സൃഷ്ടിക്കപ്പെടുന്നു. പതിയെ പ്രവർത്തിക്കുന്നൊരു വിഷപദാർത്ഥം പോലെ വാക്കിനു പിറകെ വാക്കായി വിദ്വേഷഭാഷണം അവിടെയും ഇവിടെയും അടിഞ്ഞുകൂടുന്നു. പതിയെ പതിയെ സുമനസ്സുകളായ മനുഷ്യർക്ക് പോലും സമൂഹത്തിൽ ഈ ഒരു പൊതുവിഭവത്തിൻ്റെ, ഇൻക്ലൂസീവ്നെസ് എന്ന പൊതുവിഭവത്തിൻ്റെ, ശുദ്ധജലം പോലെ ശുദ്ധവായു പോലെ ലഭ്യമായിരിക്കേണ്ട ആ പൊതുവിഭവത്തിൻ്റെ അതിനെ നിലനിർത്തുന്നതിൽ തങ്ങളുടെ പങ്ക് വഹിക്കുക എന്നത് ദുഷ്കരവും അസ്വാഭാവികവും ആയിത്തീരുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ആരതി എന്ന് പറഞ്ഞൊരു വനിത നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അവർ പറഞ്ഞെന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്, എന്തിൻ്റെ പേരിലാണ് അവർ പീഡിപ്പിക്കപ്പെട്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ വാചകം ഒരിക്കൽ കൂടി വായിക്കാം. പതിയെ പ്രവർത്തിക്കുന്നൊരു വിഷപദാർത്ഥം പോലെ വാക്കിന് പിറകെ വാക്കായി വിദ്വേഷഭാഷണം അവിടെയും ഇവിടെയും അടിഞ്ഞുകൂടുന്നു. പതിയെ പതിയെ ആരതിയെ പോലെയുള്ള സുമനസ്സുകളായ മനുഷ്യർക്ക് പോലും സമൂഹത്തിൽ ഓരോ വാക്ക് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള അപകടം മിണ്ടാൻ പറ്റില്ല. മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വാക്ക് പോലും ഇന്ന് അറിയാൻ പറ്റില്ല കേരളത്തിൽ നിന്നുള്ള. ഇന്ത്യയിൽ എവിടെയും പറയാൻ പറ്റില്ല, കേരളത്തിലും പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ അതിന് ജിഹാദി ആയിത്തീരും, ജിഹാദി സപ്പോർട്ടറായിത്തീരും. സുമനസ്സുകളായ മനുഷ്യർക്ക് പോലും സമൂഹത്തിൽ ഈ ഒരു പൊതുവിഭവത്തിനെ നിലനിർത്തുന്നതിൽ തങ്ങളുടെ പങ്ക് വഹിക്കുന്നത് ദുഷ്കരവും അസ്വാഭാവികവുമായിത്തീരുന്നു. സാമൂഹ്യവും നിയമപരവുമായ ചില അപകടാവസ്ഥകൾ ഇക്കാര്യത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിനാദ്യം പറഞ്ഞത് ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള സാമൂഹ്യ പൊതുവിഭവത്തിൻ്റെ കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നമാണ് ഇനി പറയുന്നത്. അവിടെയാണ് നമ്മൾ വായനയുടെ ആമുഖമായിട്ട് പറഞ്ഞ മനുഷ്യ അന്തസ്സ് എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്.
ആ വായനയിലേക്ക് തിരിച്ചു പോവാം. ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ പ്രശ്നം ഈ പൊതുവിഭവത്തിൻ്റെ ഗുണഭോക്താക്കളുടെ മേൽ വിദ്വേഷ ഭാഷണം ചെലുത്തുന്ന ദുഷ്ഫലങ്ങളാണ്. ഒരർത്ഥത്തിൽ നമ്മളെല്ലാം ഈ പൊതുവിഭവത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. പക്ഷേ സമീപകാലത്ത് സമൂഹത്തിലെ മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പും അവജ്ഞയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇൻക്ലൂസീവ്നെസ് എന്ന പൊതുവിഭവം അവരുടെ സാമൂഹ്യ അംഗത്വത്തിൻ്റെ അംഗീകാരമാണ്. അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അതായത് അവരും സമൂഹത്തിൽ നിലയും വിലയുമുള്ള അംഗങ്ങളാണ്. തെരുവുകളിലും ഷോപ്പുകളിലും ബിസിനസ്സുകളിലും മറ്റു മനുഷ്യരുമായി നേർക്കുനേരെ ഇടപെടാൻ വേണ്ടതെന്തോ അത് അവർക്കുമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഇൻക്ലൂസീവ്നെസ്. മറ്റെല്ലാവരെയും പോലെ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിനും സമൂഹത്തിൻ്റെ താല്പര്യത്തിനും പാത്രമായ അംഗങ്ങളാണ് അവരും. ഈ അടിസ്ഥാന സാമൂഹ്യ പദവിയെ ഞാൻ അവരുടെ അന്തസ്സ് എന്ന് വിളിക്കുന്നു. അതാണ് പറയുന്നത്. ദിസ് ബേസിക് സോഷ്യൽ സ്റ്റാൻഡിങ് ഐ കോൾ ദർ ഡിഗ്നിറ്റി. ഒരു വ്യക്തിയുടെ അന്തസ്സ് എന്നത് കേവലം ഒരു അമൂർത്ത ഭാവനയല്ല. എ പേഴ്സൺസ് ഡിഗ്നിറ്റി ഈസ് നോട്ട് സം കാൻറ്റിയൻ ഓറ. അത് അവരുടെ സാമൂഹ്യ പദവിയാണ്. സമൂഹത്തിലെ ദൈനംദിന വ്യവഹാരങ്ങളിൽ അന്തസ്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറയുന്നത്. സമൂഹത്തിലെ ദൈനംദിന വ്യവഹാരങ്ങളിൽ സമന്മാരായി അവരെ കണക്കാക്കാനുള്ള അർഹത നൽകുന്നത് അതാണ്. സ്വന്തം ജീവിതങ്ങൾ ജീവിക്കുമ്പോൾ, സ്വന്തം വ്യാപാരങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ, സ്വന്തം കുടുംബത്തെ പരിപാലിക്കുമ്പോൾ അപ്പോഴെല്ലാം അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു ഉപാധിയാണ് അവരുടെ സാമൂഹ്യ അന്തസ്സ്. നല്ലൊരു സാമൂഹ്യ അവസ്ഥയിൽ അത്തരം ആശ്രിതത്വം നിശങ്കവും കോലാഹലരഹിതവുമായി സംഭവിക്കുന്നു. ഇംപ്ലിസിറ്റ്ലി ആൻഡ് വിത്തൗട്ട് ഫസ് എന്നാണ് പറയുന്നത്. ഇതിനെ തുരങ്കം വെക്കാൻ കണക്കുകൂട്ടിയാണ് വിദ്വേഷ ഭാഷണങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ലക്ഷ്യം വെക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ അന്തസ്സിനെ സമൂഹത്തിൻ്റെ കാഴ്ചയിലും തങ്ങളുടെ തന്നെ സ്വന്തം കാഴ്ചയിലും ഇടിച്ചു താഴ്ത്തുക എന്നതാണ് വിദ്വേഷ ഭാഷണങ്ങളുടെ ലക്ഷ്യം. അവർക്ക്, ഈ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്ക് അവരുടെ അന്തസ്സ് സ്ഥാപിക്കാനും നിലനിർത്താനും വളരെ പ്രയാസമാക്കുക എന്നതാണ് വിദ്വേഷ ഭാഷണം ചെയ്യാൻ തുനിയുന്ന കാര്യം. അവരുടെ സാമൂഹ്യ മാന്യതയുടെ അടിസ്ഥാന ഘടകങ്ങളെ തന്നെ കളങ്കപ്പെടുത്താനാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിനായി ചെയ്യുന്നത് വംശം, വർഗം, മതം ഇത്യാദിയായ ആരോപിത സവിശേഷതകളെ, ആസ്ക്രിപ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെ ചിലതരം പെരുമാറ്റങ്ങളുമായോ ചിലതരം പ്രത്യേകതകളുമായോ ചേർത്ത് കെട്ടുക എന്നതാണ്. ഏതുതരം കോണ്ടക്റ്റുകളെയും ആട്രിബ്യൂട്ടുകളെയുമാണ് ഇങ്ങനെ ചേർത്ത് കെട്ടുന്നത്? നിലയും വിലയുമുള്ള ഒരു സമൂഹ അംഗത്വത്തിന് ഒരാളെ അയോഗ്യനാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളെയും പ്രത്യേകതകളെയുമാണ് ഇങ്ങനെ ചേർത്ത് കെട്ടുന്നത്. ഇത് ഞാൻ കുറച്ച് വിശദീകരിക്കാം. ഇവിടെ വെച്ച് ഈ പുസ്തക വായന നമുക്ക് തൽക്കാലം നിർത്തിവെച്ചിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. തങ്ങൾ ലക്ഷ്യമിടുന്ന ജനവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ സാമൂഹ്യ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുക എന്ന ഉദ്ദേശത്തോടെ ആ മനുഷ്യരുടെ മതമെന്ന ആരോപിത സവിശേഷതയെ പൊതുസമൂഹത്തിന് അസ്വീകാര്യമായ സ്വഭാവങ്ങളുമായോ പ്രത്യേകതകളുമായോ ചേർത്ത് കെട്ടുക എന്ന ഹെയ്റ്റ് സ്പീച്ചിൻ്റെ രീതിയെക്കുറിച്ച് ജെറമി വാൾട്ടൺ പറഞ്ഞെടുത്താണ് നമ്മൾ വായന നിർത്തുന്നത്. ഈ കാര്യമടക്കം ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ച് ഈ പുസ്തക ഭാഗത്ത് ഇതുവരെ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമീപകാല ഉദാഹരണത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് ഈ സുവർണാവസരം കണ്ടെത്തിയുള്ള തൽപരകക്ഷികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു മെസ്സേജാണ്. ഒറ്റ വാചകമുള്ളൂ: ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. അത് കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു വാചകമാണ്. ആരാണ് ഈ വാചകത്തിൻ്റെ യഥാർത്ഥ നിർമ്മാതാവ് എന്ന് എനിക്കറിയില്ല. ആരായാലും ലക്ഷണമൊത്ത ഹെയ്റ്റ് സ്പീച്ചാണ് ഈ വാചകം. ഐക്യരാഷ്ട്രസഭ ഹെയ്റ്റ് സ്പീച്ചിന് നൽകിയ നിർവചനം ഞാൻ എൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ട് ഈ വാചകം നിങ്ങൾ ഒരിക്കൽ കൂടി നോക്കുക. ഒരു ഗ്രൂപ്പിനെ ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ മുസ്ലിങ്ങളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റു വാക്കുകൾ പറഞ്ഞാൽ അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമിക്കുന്ന അവഹേളനപരവും വിവേചനപൂർണ്ണമായ ഭാഷ ഉപയോഗിച്ചുള്ള ആശയവിനിമയമാണ് നമ്മളിത് കാണുന്നത്. കൃത്യമായ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് ഹെയ്റ്റ് സ്പീച്ച്. മതവിമർശനത്തിൻ്റെ ഉദാഹരണം ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സിന് 4 വാചകങ്ങൾ ഉദ്ധരിച്ചു. ഇതാണ് മതവിദ്വേഷത്തിൻ്റെ ഉദാഹരണം. മതവിമർശനത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ അവിടെ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ മതനേതാക്കളെയോ നല്ല ഇവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെട്ടതാണ് മനുഷ്യരുടെ ഒരു ഗ്രൂപ്പാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ജെറമി വാൾട്ടൺ പറയുന്നത് പോലെ തന്നെ ഇരട്ട സന്ദേശം വഹിക്കുന്ന ഒരു വാചകമാണിത്. ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരോട് ബി അഫ്രൈഡ് എന്ന സന്ദേശവും അതേസമയം ഭൂരിപക്ഷത്തിൽപ്പെട്ട മനുഷ്യരോട് ഈ ന്യൂനപക്ഷ മനുഷ്യർ അപകടകാരികളാണ്, അവരെ അകറ്റി നിർത്തുക എന്ന സന്ദേശവും. ഇതാണ് ജെറമി വാൾട്ടൻ്റെ ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ച ഇരട്ട സന്ദേശം എന്ന് പറഞ്ഞത്. മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയോടൊപ്പം സമൂഹം വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ജിഹാദി എന്ന ലേബലിനെ ചേർത്ത് കെട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, ചേർത്ത് കെട്ടുക. അതാണ് ടെക്സ്റ്റ് ബുക്ക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹെയ്റ്റ് സ്പീച്ച്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.
ഇത് കാണുമ്പോൾ ഇത് കണ്ടാണ് എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത്, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ദർ ഇസ് എ വേൾഡ് ഓഫ് ഡിഫറൻസ്. അത് നമ്മൾ കാണാൻ ശ്രമിക്കണം, കുറച്ച് സൈദ്ധാന്തികമായി താത്വികമായി അവലോകനം ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ചേർത്ത് കെട്ടിയത് നമ്മളൊന്ന് കൂടി ശ്രദ്ധിച്ചു നോക്കണം. An attribute that should disqualify someone from being treated as a member of society in good standing. അതാണ് ജെറമി വാൾട്ടൺ പറഞ്ഞ വാചകം. സമൂഹത്തിലെ അംഗത്വത്തിന് ഈ മതവിഭാഗത്തിൽപ്പെട്ട അർഹതയില്ല എന്ന സന്ദേശമാണ് അതിലുള്ളത്. ഈ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ മനുഷ്യ അന്തസ്സിന് നേരെയുള്ള ഒരു ഭീകരാക്രമണമാണ് നടന്നത്. ഒരു വാചക ബോംബ് സമൂഹ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ ചെയ്തൊരു ഭീകരാക്രമണമാണ്. ഈ ആക്രമണം ജെറമി വാൾട്ടൺ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ഇരട്ട ആക്രമണമാണ്. ജെറമി വാൾട്ടൺ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എ കാൽക്കുലേറ്റഡ് അഫ്രണ്ട് ടു ദ ഡിഗ്നിറ്റി ഓഫ് ദ വൾനറബിൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് എ കാൽക്കുലേറ്റഡ് അസോൾട്ട് ഓൺ ദ പബ്ലിക് ഗുഡ് ഓഫ് ഇൻക്ലൂസീവ്നെസ്. ന്യൂനപക്ഷത്തിൽപ്പെട്ട മനുഷ്യരുടെ അന്തസ്സിന് നേരെയുള്ള കരുതിക്കൂട്ടിയ അവഹേളനം, ഒപ്പം തന്നെ ശുദ്ധവായുവും ശുദ്ധജലവും എന്ന പോലെ ഒരു ബഹുസ്തര സമൂഹത്തിൽ സ്വാഭാവികമായി നിലനിൽക്കേണ്ട പൊതുവിഭവമായ ഇൻക്ലൂസീവ്നെസ്. ഇതൊക്കെ ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവിഭവമായ ഇൻക്ലൂസീവ്നെസ്സിനെ കണക്കുകൂട്ടിയുള്ള ആക്രമണം, ഇതാണ് ഇരട്ട ആക്രമണം. ഇരട്ട സന്ദേശങ്ങൾ വഹിക്കുന്ന, ഇരട്ട ലക്ഷ്യങ്ങളുള്ള ഈ സന്ദേശ ബോംബാക്രമണം മതവിമർശനമല്ല. ഇതാണ് ഹേറ്റ് സ്പീച്ച്. ഇതിനെ മതവിമർശനം എന്ന് വിശേഷിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വയം വഞ്ചിക്കുകയും അതിനുശേഷം പൊതുജനത്തെ വഞ്ചിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു കൺക്ലൂഷൻ എന്നതിൽ ഒരിക്കൽ കൂടി പറയാം, മതഗ്രന്ഥങ്ങളെ, മതവിശ്വാസങ്ങളെ, മതനേതാക്കളെ, മത ആചാരങ്ങളെ ഇവയൊക്കെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും ശരിയാണ് എന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യവുമാണ്. ഇതാണ് ഒരു യുക്തിവാദിയുടെ നിലപാട്. അതേസമയം ഒരു മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ അവരൊരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അവഹേളനപരവും വിവേചനപൂർണമായ ഭാഷയിൽ ഇരട്ട സന്ദേശങ്ങളും ഇരട്ട ലക്ഷ്യങ്ങളുമായി ആക്രമിക്കുക എന്നതാണ് വിദ്വേഷ ഭാഷണം. അതിനെ തുറന്നെതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടത് അതും നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ്. യുക്തിവാദികൾ തമ്മിൽ എന്താണ് ഈ പ്രശ്നം? അവർ അങ്ങനെ പറഞ്ഞോട്ടെ, ഇവർ അത് നടക്കുക. അവരെ തുറന്നു കാണിക്കുക, അവരെ എതിർക്കുക, പരാജയപ്പെടുത്തുക, അതൊരു യുക്തിവാദിയുടെ കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വേർഡ് ഓഫ് കോഷൻ കൂടി പറയട്ടെ. മനുഷ്യർ മാറാൻ കഴിവുള്ളവരാണ് എന്ന ഉറച്ച ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. മുൻപ് പുരോഗമന പ്രേമികളും സമത്വവാദികളുമായി നമ്മൾ കണ്ടിരുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പിൽക്കാലത്ത് വിദ്വേഷ പ്രചാരകരായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് കടുത്ത വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യക്ഷ രൂപമായി കണ്ടിരുന്ന ചില മനുഷ്യർ പിൽക്കാലത്ത് സഹോദരത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നവരായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയെ സ്ഥിരമായി വിദ്വേഷ ഭാഷകനെന്നോ മറ്റൊരു വ്യക്തിയെ സ്ഥിരമായി വിദ്വേഷരഹിതനെന്നോ ബ്രാൻഡ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. ഓരോ വ്യക്തിയുടെയും അതത് കാലത്തെ പ്രസ്താവനകളെയും പ്രവൃത്തികളെയും വിലയിരുത്തി വിമർശിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് എന്നതാണ് കുറേ കൂടി ശരിയായ വഴി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്വേഷപ്രചരണം നടത്തുന്ന വ്യക്തികളെ അകറ്റി നിർത്തണം. അങ്ങനെ അകറ്റി നിർത്തുമ്പോൾ പോലും നാളെ ഒരിക്കൽ അവർ സഹോദരത്തിന് വേണ്ടിയൊക്കെ തിരിച്ചു വരാം എന്ന പ്രത്യാശയെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല. ഇന്ന് അവരോടുള്ള എതിർപ്പുകൾ അവരുടെ നിലപാടുകളോടും പ്രസ്താവനകളോടും പ്രവൃത്തികളോടും ഉള്ള എതിർപ്പ് മാത്രമാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പിന്തുണയ്ക്കുകയും ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ കാര്യത്തിലും, പേഴ്സണലായിട്ട് പറയാൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യക്തികളുടെ കാര്യത്തിലും അവരുടെ നിലപാടുകളെയും പ്രസ്താവനകളെയും പ്രവൃത്തികളെയുമാണ് ഞാൻ പിന്തുണക്കുന്നത്. ഞാൻ മാനിക്കുന്ന ഒരു സഹപ്രവർത്തകൻ തന്നെ നാളെ വിദ്വേഷ ഭാഷണം നടത്താൻ തുടങ്ങിയാൽ അതിനെ ഞാൻ പിന്തുണക്കില്ല. ഞാൻ എതിർത്തു പോരുന്ന ഒരാൾ സാഹോദര്യത്തിൻ്റെ ഭാഷ സംസാരിച്ചു തുടങ്ങിയാൽ ഞാനതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. വിമർശനവും പിന്തുണയും നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്, വ്യക്തികളെ നോക്കിയല്ല ആവരുത്. മതവിമർശനവും മതവിദ്വേഷ ഭാഷണവും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? എന്തുകൊണ്ട് മതവിമർശനം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും മതവിദ്വേഷ ഭാഷണം എതിർക്കപ്പെടുകയും ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരങ്ങൾ പൂർണ്ണമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ശ്രമത്തിന് ഒരു തുടക്കമിടാൻ ഈ പ്രശ്നത്തിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും നേരം ക്ഷമാപൂർവ്വം ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.